God be magnified. ദൈവവചനം ശ്രവിക്കേണ്ടതിനായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ സ്നേഹിതർക്കും വിശ്വാസികൾക്കും ശുശ്രൂഷകർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം. In the name of Jesus, I greet each and every one of you, honorable people, servants of God, and also the believers seated here. വിശിഷ്യ ഈ ദൈവവചനം ശ്രവിക്കേണ്ടതിനായി വന്നിരിക്കുന്ന കുട്ടികൾക്കും യൗവനക്കാർക്കും പ്രത്യേകമായി കർത്താവിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. Especially the young ones and the youth, I greet you in the name of Jesus. ഈ അക്ഷരനഗരിയായ കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് ഇങ്ങനൊരു സമ്മേളനത്തിന് സൗകര്യമുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. In this heart of the little town Kottayam, we have such a privilege. I praise my God. ഇതേ സ്ഥലത്ത് വിവിധ സമ്മേളനങ്ങൾ പതിറ്റാണ്ടുകളായി നടന്നു വരുന്നു. എങ്കിലും സുവിശേഷ യോഗങ്ങൾ നൂറുകണക്കിന് ഇവിടെ നടത്തുവാൻ ഇടയായതിൽ ദൈവനാമം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. For the past decades, several meetings are being conducted here, but I praise God so that we are able to conduct such a gospel address here. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് എൻ്റെ പിച്ചവെച്ച പ്രായത്തിൽ അമ്മയുടെ ഒക്കത്തിരുന്ന ഇതേ മൈതാനത്ത് ദൈവവചനം കേൾക്കുവാനായി വന്നിട്ടുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. Some half a century ago, I still remember with my mother as a small child, I came here to listen the word of God. ദൈവത്തിന്റെ വചനം ജീവന് ചേതനയുള്ളതും ഇരുവാഴ്ചയിലുള്ളതായ ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതുമായകയാൽ ആ വചനം തന്റെ പ്രവൃത്തി ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമാറാകട്ടെ. The word of God is sharp and powerful than a two-edged sword, and it is able to divide asunder the bone and marrow. ദൈവവചന പഠനത്തിനായി ഈ 3 ദിവസങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. ഈ ഇതിന്റെ വിഷയം ശുഭഭാവി എന്നുള്ളതാണെന്ന് നോട്ടീസ് മുഖേന നിങ്ങൾ അറിഞ്ഞിരിക്കുന്നല്ലോ. You might have received the information through the notice provided. The subject, the theme of these days of Bible studies, the prospective future. വിഷയത്തോടുള്ള ബന്ധത്തിൽ യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. And I would like to read Jeremiah 29 verse 11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഭാവിയെക്കുറിച്ചുള്ളതായ ചിന്ത മനുഷ്യ സഹജമാണ്. And it is a natural concerning the thought about the future. ചെറിയ കുട്ടികൾ മുതൽ യൗവനക്കാരും മുതിർന്നവരും ശുഭഭാവിയെ പ്രതീക്ഷിച്ച് മുൻപോട്ട് ജീവിക്കുന്നവരാണല്ലോ. From our childhood, the younger children and even the elderly ones, they have great anticipation concerning their future. ഒരു ഭവനം സന്ദർശിക്കവേ 3 വയസ്സുള്ള ഒരു ആൺകുട്ടിയോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. When I visited a house, I asked a 3-year-old lad, what's your desire? എനിക്ക് ആശ്ചര്യം തോന്നി. അവന്റെ മറുപടി എനിക്ക് പൈലറ്റ് ആകണം എന്നായിരുന്നു. And his reply, I was amazed. He said he wanted to be a pilot. ഒരു 3 വയസ്സിൽ അതിന്റെ പൂർണ്ണമായ അറിവില്ലെങ്കിൽ കൂടെ അങ്ങനെയുള്ള ഒരു ശുഭകരമായ ചിന്ത വെച്ച് പുലർത്തുവാൻ ആ പൈതലിന് കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുകയുണ്ടായി. And I'm happy and rejoice that he has such a hope of becoming a pilot, even if he doesn't know the meaning of that job. ഒരു വിദ്യാർത്ഥി നല്ല ഒരു വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നത് പോലെ ഒരു ഉദ്യോഗാർത്ഥി മെച്ചപ്പെട്ട ഒരു കരിയറും സ്വപ്നം കാണുകയാണ്. And just as a student, he has prospects of a good education, and as a job seeker of a good career. ഒരു നല്ല ജീവിത പങ്കാളി, സമർത്ഥരായ മക്കൾ, a good helpmeet, and also prosperous children. കുടുംബജീവിതം ആരംഭിക്കുന്നത് തന്നെ ശുഭ പ്രതീക്ഷയോടെ ആയിരിക്കുമല്ലോ. And beginning of family life is with great anticipation. ശുഭചിന്തകൾ എന്നത് പുഷ്പുൾ ട്രെയിനിന്റെ എഞ്ചിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നേറുമാറാക്കുകയാണ്. And this future, hope concerning the future, is like the engine of a push-pull train. ഇങ്ങനെ കാര്യങ്ങൾ സുഗമമായി മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഉത്സാഹമുള്ളവരും മുഖപ്രസന്നതയുള്ളവരുമായിരിക്കും. And when the things are going smoothly, we will be enthusiastic. നമ്മൾ മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ളവരായി കാണപ്പെടും. And we will be healthy in mind and in body. സമൂഹത്തിൽ ഇടപഴകുന്നതിന്, മുൻപിൽ നിൽക്കുന്നതിന് ഒക്കെ നാം സന്നദ്ധരായി തീരും. And we will be willing also to associate ourselves with the society. ഇതിനിടെ നമ്മുടെ കണക്കുകൂട്ടുകൾ തെറ്റുകയാണെങ്കിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നേരിടും ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരികയാണ്. And if some unanticipated things come, then our hopes are dashed. ഭാവി ഇരുളടഞ്ഞതായി തോന്നുന്നു. And that our future might be darkened. ഒരു ചുവട് പോലും വെക്കാനാവാതെ
നമ്മുടെ മുൻപിൽ വഴി കൊട്ടിയടച്ചതായി നമുക്ക് അനുഭവപ്പെടുകയാണ്. And we think we cannot even keep a step forward. നമ്മുടെ എല്ലാ ശക്തിയും ചോർന്നു പോകും. And all our strength is drained. പലവിധമായ ചിന്തകൾ നമ്മളെ അലട്ടുകയായി. And so many thoughts perturb us. ഇങ്ങനെ ചിന്തിച്ചേക്കാം, And we might think, ഞാനാകുന്നു ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാൻ. and I am the most blessed man in the world. എനിക്ക് സംഭവിച്ചതുപോലെ ആർക്കും സംഭവിച്ചിട്ടില്ല. And nothing has befallen to any man as it has happened to me. എനിക്ക് മിത്രങ്ങളില്ല, എന്നെ മനസ്സിലാക്കുന്ന ആരും തന്നെയില്ല. I have no friends, no one who can understand me. ചുറ്റുമുള്ളവരൊക്കെ എനിക്കൊരു ശത്രുക്കളാണല്ലോ. And the people surrounding me, they are my enemies. എന്നെ ഒന്നിനും കൊള്ളുകയില്ല. And I am good for nothing. എനിക്ക് നല്ലതൊന്നും വരികയില്ല. And nothing good will happen to me. ഇങ്ങനെയൊക്കെ ചിന്തിച്ച ദിനരാത്രങ്ങൾ കഴിയുന്നതോടെ ശരീരത്തിനും മനസ്സിനും രോഗം ബാധിച്ചതുപോലെയായി. And as we think these negative thoughts in our mind and in our body, we will be with sickness. തുടർന്ന് കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, ഇങ്ങനെ എല്ലാവരോടും നമുക്ക് ഉള്ളത്തിൽ വെറുപ്പുണ്ടാകുകയായി. And we have a hatred against the members of our family, against our friends, and against everyone. ഇങ്ങനൊരു വ്യക്തി ഒരു ദൈവവിശ്വാസിയായിരുന്നാൽ കൂടെ, and even if such a person is a believer in God, ദൈവത്തെയും പഴിച്ചു തുടങ്ങുകയായി. and he will even start blaming God. ഞാൻ വിശ്വസിച്ച ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. The God whom I believed, he has done such a thing to me. എന്നെ കരുതുവാൻ മനുഷ്യരാരുമില്ല, ദൈവവുമില്ല. And no one to care for me, neither God, no man. ഇനി എനിക്ക് ഒരു ശുഭപ്രതീക്ഷയ്ക്ക് വകയില്ല. And I do not anticipate a good future. ഞാൻ ഇനി എന്തിന് ജീവിക്കണം? And why should I live? ആർക്കായി ജീവിക്കണം? And for whom should I live? ഇങ്ങനെ നിരാശയും ദുഃഖം അധികരിക്കുമ്പോൾ മരണം എല്ലാറ്റിനും ഒരു പര്യവസാനമാണെന്നും കൂടെ ചിന്തിച്ചു തുടങ്ങുകയാണ്. And as you are discouraged and hopeless, we think death is a final solution. സ്വാഭാവികമായ മരണം ഒരുപക്ഷെ താമസിച്ചേക്കാം, അതുകൊണ്ട് സ്വയം അങ്ങ് മരിച്ചാലോ? And the natural death might be delayed and I can die myself. അങ്ങനെ ഞാൻ മരിക്കുമ്പോൾ ആ മരണം ഏത് വിധത്തിലായിരിക്കണം എന്നൊക്കെ ചിന്തയും ആലോചനയുമാകുകയും. And if I die on my own, what kind of a death should it be? കുന്നംകുളത്ത് ഒരു സംഭവം ഞാൻ പത്രദ്വാര വായിക്കുന്നതിനിടയായി. And through the media I read an incident in Kunnamkulam. ഫർണിച്ചർ പണിക്കിടെ ഒരു യുവാവിന്റെ ഒരു കൈവിരൽ അറ്റുപോയി. And in the midst of a furniture, one a piece of a finger was chopped off. തുടർന്ന് താൻ വളരെ മനോവേദനയാൽ കഷ്ടപ്പെട്ടു. And with the mental turmoil he suffered. താൻ ചിന്തിച്ചു, ഞാൻ എന്റെ തൊഴിൽ ഇതാണ്, വിരലറ്റു പോയപ്പോൾ ഞാൻ ഈ തൊഴിൽ എങ്ങനെ ചെയ്യും? This is my occupation. How will I proceed if I do not have a finger? ഇതല്ലാതെ ഞാൻ വേറൊരു തൊഴിൽ അഭ്യസിച്ചിട്ടുമില്ല. And I have not exercised any other occupation. ഇനി എനിക്ക് പ്രതീക്ഷയ്ക്ക് നന്മയ്ക്ക് ഒരു വകയുമില്ല. And there is nothing good in store for me. ഇങ്ങനെയൊക്കെ ചിന്തിച്ചതായ ആ സാധു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു കളഞ്ഞു. And this poor man, he committed suicide. എനിക്കോ നിങ്ങൾക്കോ നിസ്സാരമായി തോന്നാം, പക്ഷേ ആ യുവനക്കാരന്റെ മനസ്സിന്റെ വ്യഥ തനിക്ക് മാത്രമേ അറിയാവൂ. And we might think it unnatural, but only he knows the pain in his heart. പ്രിയരെ, പരിശ്രമശാലികൾക്ക് ഒരു ശുഭഭാവിയുണ്ട്. And if they are industrious, they have a good future. ജീവിതത്തിൽ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, രോഗങ്ങൾ, അപകടങ്ങൾ നേരിടുന്ന ഈ വേളയിൽ And sufferings and losses and accidents might come in life. പല പരാജയങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ And failures and obstacles might come. നാം നിരാശപ്പെട്ടു പോകാതെ പരിശ്രമിക്കുമെങ്കിൽ അവർക്കൊരു ശുഭഭാവിയുണ്ട്. And if we are not discouraged, but if we work hard, they have a good future. ഒരു കർഷകന്റെ കഴുത ഒരു വലിയ പൊട്ടക്കിണറ്റിലേക്ക് വീണു. The ass of a farmer fell in upon an open well. ശബ്ദമെല്ലാം കേട്ട് ഉടമസ്ഥനും ജോലിക്കാരും ഒക്കെ വന്നു നോക്കി. And the owner and the other people, they rushed into the spot. ഈ കഴുതയെ കെട്ടിവലിച്ച് മുകളിൽ എത്തിക്കണമെങ്കിൽ വളരെയധികം പരിശ്രമം വേണ്ടി വരും. And they had to have much suffering to bring that ass up. ആ ഉടമസ്ഥൻ ചിന്തിച്ചത്, ഈ കിഴവൻ കഴുതയെ കയറ്റുന്നതിനേക്കാൾ എളുപ്പം കുറെ മണ്ണ് മൂടിയിട്ട് അതിനെ അങ്ങ് ഇല്ലാതാക്കുന്നതാണ്. And better to pull this out, it is better I will put some mud and finish it off. രണ്ട് ജോലിക്കാരെ വിളിച്ച് ആ കുഴിയിലേക്ക് മണ്ണിടുവാനായി നിയോഗിച്ചു. അവര് മുൻപിൽ നോക്കാതെ മണ്ണ് വാരി ആ കുഴിയിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു. And they did not look behind. They started filling that well with mud. ഏറെ നേരം മണ്ണിട്ടുകൊണ്ടിരുന്നു. ഏറെക്കുറെ അത് നിറയുന്നതായ സമയമായി എന്ന് തോന്നുമ്പോൾ, and as they were filling it to the top, and when he thought that it was almost filled, ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കി, ഇതാ കഴുത ചാടി പുറത്തേക്ക് വരുന്നു. and they heard a sound and the ass leaped out. എന്താണ് സംഭവിച്ചെന്നറിയാമോ? What happened? Do you know? ഇവർ
മണ്ണ് ആ കുഴിയിലേക്ക് ഇട്ടതായി വേളയിൽ And as they filled it with mud, ഈ കഴുതിയുടെ പുറത്ത് ചെന്ന് വീണു. and it fell upon its back, അത് ഒന്ന് കുടഞ്ഞു. and it shook off the dust, ആ മണ്ണ് അപ്പുറത്ത് വീണു. and the dust fell off. ഓരോ പ്രാവശ്യവും മണ്ണ് പുറത്ത് വീഴുമ്പോഴും കുടഞ്ഞു കളഞ്ഞതിനാൽ താഴെ നിന്ന് ആ കുഴി നകന്നു വരികയായിരുന്നു. And as it shook off the dust upon its body, and the pit was being filled up. നകന്നു വരുന്നതായ മണ്ണിൻ മുകളിൽ കയറി ഒടുവിൽ ഒറ്റ ചാട്ടത്തിന് വെളിയിൽ രക്ഷപ്പെടുകയും ചെയ്തു. And it leaped off and jumped out. ജീവിത പ്രശ്നങ്ങളിൽ പകച്ചു നിൽക്കാതെ മുൻപോട്ട് പോകാൻ തീരുമാനിക്കുമെങ്കിൽ ഏത് മനുഷ്യനൊരു ശുഭഭാവിയുണ്ട്. And if you are not perturbed, but if you think to go forward, you have a good future for you. ചിലപ്പോൾ മനുഷ്യർ നമ്മളെ അധിക്ഷേപിച്ചെന്ന് വരാം. People might put you to shame. നമ്മുടെ ഭാവിയെ അവർ ശപിച്ചു എന്ന് വരാം. And they might even curse your future. നാം ചെയ്യാത്ത കുറ്റങ്ങൾ നമ്മുടെ മേൽ ആരോപിച്ചു എന്ന് വരാം. And they might even cast certain remarks against you. ഇതെല്ലാം കുടഞ്ഞു കളയുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മളായിരിക്കും ഒടുവിൽ പുഞ്ചിരിക്കുന്നത്. And but if you shake these things off, we will have the last laugh. നമ്മെ നോക്കി പരിഹസിച്ചിരിക്കുവാൻ കാത്തിരിക്കുന്നവരെ നോക്കി വിജയസ്മിതം നൽകുവാൻ നാം പ്രാപ്തരായിട്ട് മാറും. And we will be able to and have expect good out of the bad that has come in our life. ചിലർ ജനിക്കവേ വൈകല്യമുള്ളവരായി ജനിക്കുകയാണ്. Some people are born with some handicaps. ചിലപ്പോൾ മുമ്പത്തെ പോലെ അപകടങ്ങളിലൂടെയോ അനർത്ഥങ്ങളിലൂടെയോ വൈകല്യമുള്ളവരായി മാറാറുണ്ട്. Might be also through accidents, they might be handicapped. പക്ഷേ പ്രശ്നങ്ങളെ എല്ലാവരും ഒരുപോലെ എല്ലാം നേരിടുന്നത്. But all these people, they did not face that obstacles in the same manner. വെർജീനിയയിൽ ഒരു പെൺകുട്ടി ജനിച്ചപ്പോൾ തന്നെ രണ്ട് കൈയിലും കൈപ്പത്തി ഉണ്ടായിരുന്നില്ല. And she did not, a girl who was born in Virginia, she did not have palms in both her hands when she was born. പേര് അനയ എന്നാണ്. And her name was Anaya. ഈ രണ്ട് കൈപ്പത്തിയും ഇല്ലെങ്കിലും എഴുതാനായിട്ട് അവൾ പരിശ്രമിച്ച് എഴുതാൻ ശീലിച്ചു. And even if she did not have both the palms, she learned to write. തീർന്നില്ല, ആ സ്കൂളിൽ നിന്ന് ഏറ്റവും നല്ല കൈയക്ഷരത്തിലുള്ളതായ അവാർഡ് വാങ്ങുവാനിടയായി. And she even received an award for the best handwriting in that school. ജന്മനാ രണ്ട് കൈപ്പത്തി ഇല്ലെങ്കിലും അതുകൊണ്ട് എന്റെ ജീവിതം ഇരുളടഞ്ഞതാണെന്ന് കരുതിയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ളതായ ഒരു നേട്ടവും ഇങ്ങനെയുള്ളതായ സന്തോഷം കൈവരുമായിരുന്നുവോ? And if she should have thought, I am born without these palms, and if I do not work, she would not have received such a good award. ജന്മനാ ഇങ്ങനെയുള്ള വൈകല്യം ഉണ്ടെങ്കിലും ശുഭകരമായ ഒന്നിനെ മുൻപിൽ കാണുവാൻ ആ ചെറിയ കുട്ടിക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ആ നേട്ടം കൈവരിപ്പാനിടയായി. Even though she was born with such a handicap, because she had great expectation, she received such an award. സേലത്ത് ഒരു ബാലൻ സ്കൂളിൽ പോകുമ്പോൾ 5 വയസ്സിൽ ഒരു ബസ് അവന്റെ വലതുകാൽ കൂടെ കയറി ഇറങ്ങിപ്പോയി. And a lad in Salem, he was only 5, and a bus overran through his leg. ആ പിഞ്ച് കാല് മുറിഞ്ഞങ്ങ് മാറി. And that small leg, it was chopped off. എങ്കിലും ഒറ്റ കാലുകൊണ്ട് അവൻ സ്കൂളിൽ പോയി തുടങ്ങി. But with just one foot, he entered the school. പഠിക്കുവാനായിട്ട് തുടങ്ങി. With enthusiasm, he studied. അവൻ ഒടുവിൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസത്തിൽ ചെന്ന ഒരു ബിരുദം നേടുവാനിടയായി. And he finished the school and even studied the college and had a degree. അവന്റെ ലക്ഷ്യവും നേട്ടവും അവിടം കൊണ്ട് നിർത്തിക്കളയാതെ. But he did not finish his goal with that. പാരാ ഒളിമ്പിക്സിൽ അവൻ പങ്കെടുത്ത ഹൈ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടുവാനിടയായി. And even in a particular Olympics, he participated and had a high jump goal. അവന്റെ പേര് മാരിയപ്പൻ. പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. And Mariappan, it was reported in the papers. പ്രശ്നങ്ങൾ ഒരു മനുഷ്യനെ തളർത്തിക്കളയാൻ നോക്കുമ്പോൾ ഒരു ഉത്സാഹശാലിയായ വ്യക്തി അതിനെ എങ്ങനെ അതിജീവിക്കാമെന്ന് ചിന്തിക്കുകയാണ്. And if these obstacles do not obstruct a man, but one who is enthusiastic, they will try to overcome these obstacles. കേരളക്കരയുടെ പ്രിയങ്കരനായ കവിയായ മഹാകവി വള്ളത്തോൾ, and even in this coast of Kerala, a great famous poet, 32ാമത്തെ വയസ്സിൽ താൻ ബധിരനായിട്ട് മാറി. And at the age of 32, he started drinking. താൻ അതുകൊണ്ട് നിരാശപ്പെട്ട നിഷ്ക്രിയനായിരുന്നില്ല. And because of that, he was not discouraged. മഗ്ദലന മറിയം ഉൾപ്പെടെയുള്ള വളരെ പ്രസിദ്ധമായ കൃതികൾ അതിനുശേഷമായിട്ടാണ് എഴുതിയത്. And all these famous poems he wrote only after that. പ്രതിസന്ധിയിൽ തളരാതെ മുൻപോട്ട് പോകുമെങ്കിൽ ഇതുവരെയും തേടാത്ത നേട്ടങ്ങൾ നമ്മുടെ മുൻപിൽ കാണപ്പെടുകയാണ്. And if we do not oversee those obstacles, we will achieve even greater heights. 2001 എറിക് വീൻമയർ എന്നുള്ള ഒരു ചെറുപ്പക്കാരൻ, in 2001, Eric Dean Meyer, a young man, താൻ അന്ധനായിരുന്നിട്ട് 33ാമത്തെ വയസ്സിൽ എവറസ്റ്റ് കീഴടക്കി. even though he was blind, at the age of 33, he conquered the Everest. ഈ ഭാരതത്തിൽ ഇത്രയും കോടിക്കണക്കിന് അന്ധരുള്ളപ്പോൾ ഈ എവറസ്റ്റിന് മുകളിൽ കയറുവാൻ ഒരു അന്ധൻ
എങ്ങനെ തയ്യാറായി, അവൻ എങ്ങനെ അത് സാധിച്ചു ചോദിച്ചാൽ സ്ഥിര പരിശ്രമവും ഉറച്ച ഒരു ലക്ഷ്യവും മാത്രമാണ്. Even though he was only a blind person, he's climbed that summit because of his industrious nature. ഇങ്ങനെ പോയാൽ ഈ സമൂഹത്തിൽ തന്നെ പ്രശ്നങ്ങളിൽ പകച്ചു നിൽക്കാതെ മുന്നേറി മറ്റുള്ളവർക്ക് സാധിക്കാത്ത നേട്ടങ്ങൾ കൈവരിച്ചവർ ധാരാളമുണ്ട്. And these things, they did not stop at that obstacles. They achieved even greater heights. ഒരു കാർത്തിക 8 വയസ്സിൽ 2 കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. A particular Karthika, at the age of 8, she lost eyesight in both her eyes. 2 കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും 10ാം ക്ലാസ്സിൽ എല്ലാറ്റിനും A+ നേടി പാസ്സായി. And at the 10th grade, she received an A+ in all her subjects and she succeeded. കോട്ടയം മൗണ്ട് കാർമൽ സ്കൂളില് +2 ഹ്യൂമാനിറ്റീസിൽ 600 മാർക്കും നേടി. In Kottayam, in Mount Carmel School, Humanities, she received 600 out of 600 in Humanities. ഇപ്പോൾ BCM കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പഠിക്കുകയാണ്. And now she's studying for English literature in PCM College. വലിയ നേട്ടങ്ങൾ ഇനിയും കൈവരിച്ചു എന്ന് വരാം. And she might even receive greater things. എന്താണ് ഇതിന്റെ എല്ലാം രഹസ്യം? What's the secret behind all these things? കാഴ്ചയില്ലെങ്കിലും, She's blind അല്ലെങ്കിൽ ഒരാൾ കൈ നഷ്ടപ്പെട്ടാലും, and lost his limb, ജീവിതത്തിൽ അപ്രതീക്ഷിതമായ അത്യാഹിതങ്ങൾ സംഭവിച്ചാലും, and certain things unexpectedly took place. അവിടെ തളർന്നു പോകാതെ മുൻപോട്ട് പോകാൻ തീരുമാനിക്കുന്നത് കൊണ്ട് They are not discouraged, but they are pressing onward. ഒരു ശുഭഭാവി എന്റെ മുൻപിൽ ഉണ്ട് എന്ന് കാണുവാൻ അവർക്ക് സാധിക്കുന്നത് കൊണ്ട് And they are able to see, I have a good future before me. അത് അരിസോണയിൽ ഒരു കുട്ടി ജനിച്ചവൾക്ക് 2 കൈയുമില്ലായിരുന്നു. And a child born in Arizona, she did not have both her hands. 2 കൈകളും ഇല്ലാതെ ജനിച്ചു എന്ന് വരികയും, And even she did not have both her arms. കൈക്ക് പകരം കാൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. And she used certain other things for her hand. കാലുകൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ചു. And through the foot, she used the toys. മുടി ചെയ്യുക, നീന്തുക, നൃത്തം ചെയ്യുക, ഇതെല്ലാം കാലുകൊണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി. And through the foot, she started swimming and dancing and combing her hair. കൂടാതെ കരാട്ടെ പഠിച്ചു, കാലുകൊണ്ട് തന്നെ പയറ്റി ബ്ലാക്ക് ബെൽറ്റും നേടി. And through the foot itself, she learned the karate. കാർ ഡ്രൈവ് ചെയ്യാൻ ശീലിച്ചു. And she even started to drive a car കാലുകൊണ്ട് മാത്രം. through her foot. അവിടെ കൊണ്ടുള്ള സ്വപ്നങ്ങൾ നിർത്താതെ And she did not finish her dreams with that. കാലുകൊണ്ട് വിമാനം പറത്തുവാനും അഭ്യസിച്ചു. Even she started to fly an airplane with her feet. കാലുകൊണ്ട് വിമാനം പറത്തുവാൻ ലൈസൻസ് നേടുന്ന ആദ്യത്തെ പൈലറ്റായിട്ട് മാറുകയുണ്ടായി. And the first pilot to receive a license for flying an airplane. ജീവിതത്തിൽ ശുഭഭാവി നേടുന്നതിന് ഒരു ദൃഢനിശ്ചയവും ഒരു ഉറച്ച ലക്ഷ്യവും നമുക്ക് ആവശ്യം. A firm determination and a strong goal so that we might anticipate a better future. ഇങ്ങനെയുള്ളതായ ശുഭഭാവി പ്രതീക്ഷിക്കുന്നതായ നമ്മൾ എല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? And what should we do, those who anticipate a good future? ഒന്നാമതായി എനിക്കൊരു നന്മ വരുമെന്ന് വിശ്വസിക്കുക. You should have a faith, I will receive a good thing. സങ്കീർത്തനക്കാരൻ 27-ാം സങ്കീർത്തനത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. In Psalm 27 verse 13, the psalmist says, ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. I had fainted unless I had believed that I would say the goodness of the Lord in the land of the living. നന്മ കാണുമെന്ന് വിശ്വസിക്കാത്ത എനിക്കാണ് കഷ്ടം, എന്നാൽ വിശ്വസിച്ചാൽ എനിക്കത് ലാഭമാണ്. Woe unto me if I do not believe, but it is a blessing unto me if I believe. നാം ചിന്തിക്കണം, എനിക്കൊരു നന്മ വരും. We have to believe a good will come to me. ഞാൻ കാണുന്ന മനുഷ്യരുടെ മധ്യേ എനിക്കൊരു നന്മ ഉണ്ടാകും. In the midst of the people I see, I will have something good. ഇന്ന് എന്റെ ജീവിതത്തിലെ തിന്മകൾ താൽക്കാലികമാണ്, നാളെ ഒരു നന്മ എനിക്ക് ഉണ്ടാകാൻ പോകുന്നു. നമ്മെ തന്നെ വിശ്വസിപ്പിക്കണം. These evil things are temporal. Tomorrow I will have something better. 1 ശമൂവേൽ 20-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ In 1 Samuel chapter 20 verse 21, ഒരു രാജകുമാരനായ യോനാഥാൻ ദാവീദ് എന്നൊരു വ്യക്തിയോട് ഇപ്രകാരം പറയുകയാണ്. Prince Jonathan is saying to David, ഒന്ന് വായിച്ചാട്ടെ. യഹോവയാണ് അവസാന ഭാഗം. യഹോവയാണ് നിനക്ക് ശുഭമല്ലാതെ മറ്റൊന്നും വരികയില്ല. യഹോവയാണ് നിനക്ക് ശുഭമല്ലാതെ മറ്റൊന്നും വരികയില്ല. nothing else but good will come to you through the Lord I swear. ഇത് ഒരുവൻ തന്നെ സ്നേഹിതനോട് പറഞ്ഞ ഒരു വാചകമാണ്. He said to his friend, നമുക്കും അന്യോന്യം അങ്ങനെ പറയാൻ കഴിയും. and we will be able to say to one another. അതിലുപരിയായി നാം നമ്മോട് തന്നെ പറയേണ്ടതാണ്. And we have to say to ourselves,
നിശ്ചയമായും എനിക്ക് ശുഭമല്ലാതെ മറ്റൊന്നും വരികയില്ല. Definitely nothing else but good will come to me. എനിക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. And good things will come to me. 45-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ In Psalm 45 verse 1, സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുകയാണ്, the psalmist says, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. and my heart is overflowing with good things. എന്റെ ഹൃദയം മുഴുവനും ശുഭകരമായ വാക്കുകളാൽ നിറഞ്ഞ് കവിയുകയാണ്. അത് എന്റെ നാവ് കൊണ്ട് പറഞ്ഞ ഒരു നല്ല എഴുത്തുപോലെ ഒരു എഴുത്തുകാരന്റെ പേന പോലെയായി തീരുന്നു എന്ന് പറയുകയാണ്. And he's saying, my tongue is the pen of a ready writer. പ്രിയരെ, നമ്മുടെ ഹൃദയം ശുഭ ചിന്തകളാൽ നിറഞ്ഞ് കവിയുവാൻ ഇടയാകട്ടെ. Let our heart overflow with good thoughts. ഇന്ന് എന്റെ വചനം കേൾക്കുന്നതായ നിങ്ങളുടെ ഹൃദയം എങ്ങനെയായിരിക്കുന്നു? And today you who hear to my word, how is your heart? നിങ്ങൾ ഭാരപ്പെടുന്നുവോ? Are you sorrowed? നിരാശ നിങ്ങളുടെ ഹൃദയത്തെ വേട്ടയാടുന്നുണ്ടോ? Or discouragement, is it filling your heart? നിങ്ങൾ മുൻപിൽ ഒരു നന്മയും കാണുന്നില്ലയോ? Do you see no good before you? നിങ്ങളുടെ ഭാവിയിൽ ഒരു ഉന്നതമായതൊന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ലയോ? Don't you anticipate anything good in your future? ഇവയെല്ലാം ഒരു നിമിഷം മാറ്റിവെച്ചാട്ടെ. And you put it away for a moment. നിങ്ങളുടെ ഹൃദയത്തിൽ ശുഭ ചിന്തകൾ നിറയട്ടെ. And let good things fill in your heart. നന്മയായ കാര്യങ്ങൾ ചിന്തിപ്പാൻ ആരംഭിക്കുക. And you think good things. തിന്മയായ അശുഭമായ ചിന്തകൾക്ക് പകരം നന്മയായ ചിന്തകൾ ചിന്തിപ്പാൻ തുടങ്ങുമ്പോൾ ഹൃദയം നിറഞ്ഞ് കവിയാൻ തുടങ്ങും. And if you think good things, your heart will be filled with good things. നിങ്ങളുടെ ഹൃദയം ശുഭ ചിന്തയാൽ നിറയും. Your heart will indite a good നിങ്ങളുടെ matter. മുഖം പ്രകാശിക്കുവാനായിട്ട് തുടങ്ങും. Your face will shine. നിങ്ങളുടെ മനസ്സിന് ആരോഗ്യം കൈവരും. There will be health to your heart നിങ്ങളുടെ ശരീരത്തിനും ആരോഗ്യം കൈവരും. and also to your body. ഒന്നാമതായി നാം നമ്മോട് തന്നെ പറയണം, അതെ, എനിക്ക് ഒരു നന്മ വരുവാൻ പോകുന്നു. First of all, we have to say to ourselves, a good will come to me. എനിക്ക് ശുഭകരമായ ഒരു ഭാവി ലഭിക്കുവാൻ പോകുന്നു. A good future for me. ഇതാ നാം നമ്മോട് പറയുക മാത്രമല്ല ചെയ്യേണ്ടത്. And not only to I, we have to do it. ഇത് നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം നേടാവുന്ന ഒരു കാര്യമല്ല. And not through our own achievement we can achieve it. മനുഷ്യൻ സ്വന്തം പരിശ്രമത്താൽ നേടുവകൾ ഈ ലോകത്തിൽ യാതൊരു വിധമായ തിന്മകളും കാണപ്പെടുമായിരുന്നില്ലല്ലോ. And through his own things he will not see anything good in his life. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. And man is a creature of God. നമ്മളെ ദൈവം തന്റെ പ്രിയ മക്കളായിട്ടാണ് കാണുന്നത്. God is seeing us as his dear children. ഒരു ചെറുപ്രായം മുതൽ ഒരമ്മ ഒരു കുഞ്ഞിനെ സഹായിക്കുന്നത് പോലെ, Just as in a young childhood a mother and ഒരു helps a പിതാവ് child, പൈതലിനെ സഹായിക്കുന്നത് a പോലെ father helps the child. നമ്മളെ സഹായിക്കുവാൻ ദൈവം എപ്പോഴും സന്നദ്ധനായിരിക്കും. Our God is ever willing to help us. അതുകൊണ്ട് രണ്ടാമത് ചെയ്യേണ്ടത്, നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കണം, ആശ്രയിക്കണം. And you have to believe a God who will help you, who will secure you. തീർച്ചയായും ഈ പ്രപഞ്ചത്തിലുടനീളം ആ ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് കാണുവാൻ കഴിയും. Throughout the universe, the wisdom of God is displayed. നിർഭാഗ്യം എന്ന് പറയട്ടെ, ചിലർക്ക് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. Unfortunately, many people cannot believe a God. അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നോ ആ ദൈവം എനിക്കൊരു നന്മ ചെയ്യുമെന്നോ എന്നിൽ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നവര് പ്രതീക്ഷിക്കുന്നില്ല. And they do not expect there is a God and he will do something good for me. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. The whole universe is created by God. നമ്മുടെ അടുത്തുള്ള കുമരകത്ത് നാം ചെല്ലുകയാണെങ്കിൽ, And if you think the things in the recent past, Kumaragam, അവിടെ ദേശാടന പക്ഷികളെ നമുക്ക് കാണാൻ കഴിയും. we can see certain migratory birds. ഒരു ഭൂഖണ്ഡത്തിന്റെ മറുഭാഗത്തുള്ളതായ പക്ഷികൾ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ പറന്ന് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. During a particular season, migratory birds from another continent will come to this place. ഇങ്ങനെയുള്ളതായ ദേശാടന പക്ഷികൾ ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ പോകാറുണ്ട്. These migratory birds go to various parts of the world. ഒരു രാജ്യത്തെ കാലാവസ്ഥ മൃദുലമാകുമ്പോൾ അനുകൂല കാലാവസ്ഥയുള്ള രാജ്യത്തേക്ക് അവ പറക്കുകയാണ്. And when the climate, the weather is inhospitable, it will go to some other place. ഈ കാലാവസ്ഥ മാറുമ്പോൾ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പറക്കുകയാണ്. And when the weather is good, then it will go to the other place. ഇങ്ങനെയുള്ളതായ പക്ഷികൾ And these birds, അറ്റ്ലാന്റിക് പോലുള്ളതായ സമുദ്രങ്ങളെ 2 തവണ മറികടക്കാറുണ്ടെന്നാണ്. and they will cross the Atlantic twice. നാം ചിന്തിച്ചു നോക്കണം, ആയിരക്കണക്കിന് മൈലുകൾ സമുദ്രത്തിന് മീതെ നിർത്താതെ പറന്ന് പോകുവാൻ ഉള്ളതായ ശേഷി അവർക്ക് ആര് നൽകി? And who gave them the strength to fly thousands of miles over the ocean stopless? ചെന്നു ചേരുന്നതായ സ്ഥലത്ത് പ്രജനനം കഴിയുമ്പോൾ അനുകൂലമായ കാലാവസ്ഥ ഉണ്ടായ രാജ്യത്തേക്ക് തിരിച്ചവ പറക്കുകയാണ്. After breeding in that hospitable place, they are returning to their own land. കാലാവസ്ഥ കണക്കുകൂട്ടലുകൾ തെറ്റി വരുന്നില്ല. And the calculations are not lost. റൂട്ട്, സ്ഥലം
അവ പോകേണ്ട തീയതിക്ക് പോലും തെറ്റ് വരുന്നില്ല. And even the date and the route are not changed. ഇതിന്റെ പിന്നിൽ സൃഷ്ടാവിന്റെ ജ്ഞാനമില്ലേ? And there is the wisdom of the Creator. ഒരു പക്ഷി കേവലം മനുഷ്യനേക്കാൾ വളരെ ചെറിയ ഒരു ജീവിയാണെങ്കിൽ കൂടെ ആ ചെറിയൊരു ജീവജാലത്തിലും ദൈവത്തിന്റെ ജ്ഞാനം ദൈവം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. Even the bird is a small creature. The wisdom of God is embedded in the child. ആകാശത്തിലെ പറവകളുടെ മേൽ ദൈവത്തിന് ഇത്ര ജ്ഞാനം നൽകുവാൻ കഴിയുമെങ്കിൽ അവയെ ദൈവം ഇത്ര കരുതുന്നെങ്കിൽ നമ്മളെ എത്രയധികം. If the fowls of the air have such wisdom, if God cares for them, how much more will God care for us? ആകാശത്തിലെ പറവകളേക്കാൾ ഭൂമിയിലെ ചലിക്കുന്നതായ ജീവജാലങ്ങളെക്കാൾ മനുഷ്യൻ എത്രയോ ശ്രേഷ്ഠനാണ്. And man is how much more superior than all these birds. ശ്രദ്ധിക്കുക, ദൈവത്തിന് നിങ്ങൾ വളരെ പ്രാധാന്യമുള്ളവൻ. And you should take care. God has great care for you. നിങ്ങളും ഞാനും ഒരു പ്രത്യേക ശ്രേഷ്ഠ ഉദ്ദേശ്യത്തോടെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണെന്ന് ചിന്തിക്കണം. And we are created with a particular intention. നമ്മൾ യാദൃശ്ചികമായി ജനിച്ച ഭൂമിയിലേക്ക് കടന്നു വന്നവരല്ല. We have not come here by chance. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. God has created us. നമ്മുടെ സൃഷ്ടാവ് സാക്ഷാൽ സകല പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം തന്നെയാണ്. And our Creator, He is the creator of the whole universe. ഇതിനെക്കുറിച്ച് ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ 139 സങ്കീർത്തനത്തിൽ വളരെ മനോഹരമായി വിവരിക്കുന്നു. And David is portraying it in the 133rd Psalm. 139 സങ്കീർത്തനം 13 മുതൽ 16 വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു. In Psalm 139:13 to 16, നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, for thou hast possessed my reins. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. Thou hast covered me in my mother's womb. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. I am fearfully and wonderfully made. I will praise thee. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. Marvelous are thy works, and my soul knoweth it well. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. My substance was not hid from thee, when I was made in secret and curiously wrought in the lowest parts of the earth. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. Thine eyes did see my substance, yet being unperfect. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. And in thy book all my members were written. ഒരു ദൈവഭക്തന്റെ ആത്മഗതമാണ് നമ്മുടെ വായിക്കുന്നത്. And we are seeing the things of a child of God. ഇതുപോലെ നമുക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? And why shouldn't we think like this? അതെ, എന്റെ പിതാവ് എന്റെ സൃഷ്ടാവ് ജീവനുള്ള ദൈവമാണ്. And my God, my Father, He is a living God. ഞാൻ ജനിച്ചത് തന്നെയും സൃഷ്ടാവായ ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ വ്യക്തമായ പ്ലാനിലും പദ്ധതിയും പ്രകാരമാണ്. I was born with a definite plan and a purpose of this Creator God. ഈ ഭൂമിയിൽ ഞാൻ ജനിച്ചതിന് ദൈവത്തിന് എന്റെ മേൽ വളരെ വളരെ ഉന്നതമായ ഒരു ലക്ഷ്യമുണ്ട്. And God had a plan, a goal for me that I was born in this earth. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഒരിക്കലും നിരാശപ്പെടുന്നില്ല, അധൈര്യപ്പെടുന്നില്ല. And our heart will never be discouraged nor be sorrowed. പ്രവാചകന്മാരായ യെരമ്യാവിനോട് ദൈവം ഇപ്രകാരം പറഞ്ഞു. Through the prophet Jeremiah, God is saying. യെരമ്യാ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ, In Jeremiah chapter 1 verse 5. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. And before you were made up in the womb, I knew thee. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. Before you came forth of the womb, I sanctified thee and made thee a prophet unto the Gentiles. യെരമ്യാവെന്നുള്ള പ്രവാചകനോട് ദൈവം പറയുകയാണ്, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നീയുമായി ഇടപാടുണ്ട്. And I have a dealing with thee even before you were born. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ തന്നെ ഞാൻ നിന്നെ എനിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നു. Even you were formed in your mother's womb, I chose you. എനിക്ക് നിന്നെ കുറിച്ച് ഒരു കാര്യപരിപാടിയുണ്ട്. And I have a definite plan concerning നിന്നെക്കൊണ്ട് you. ചെയ്തെടുക്കുവാൻ എനിക്കൊരു വലിയ പ്രവൃത്തിയുണ്ട്. And I have a great work through you. നീ എനിക്കുള്ളവൻ തന്നെയാണ്. You are mine. ഞാനാണ് നിന്നെ ഉരുവാക്കിയത്. It is I who formed you. നീ എന്റെ ഒരു സൃഷ്ടിയാണ്. And you are my നീ creature. എന്റെ ഒരു കൈപ്പണിയാണ്. And you are my handiwork. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. And I need you. ശ്രദ്ധിക്കണമേ, ദൈവം നമ്മളെ കുറിച്ച് എത്ര അധികം ചിന്തിക്കുന്നു. And pay attention how much God is caring for us. അങ്ങനെ ചിന്തിക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി, നമ്മുടെ ഭാവി ശുഭതയിലേക്ക് നീങ്ങുകയാണ്. Our life is blessed. Our future is prospective. നമ്മളെ സഹായിപ്പാൻ കഴിവുള്ള ജീവനുള്ള ദൈവത്തെ നാം വിശ്വസിക്കണം, അവനിൽ ആശ്രയിക്കണം. And we have to believe and trust in the living God who's able to help us. മറ്റൊന്നാ, നാം സുവിശേഷത്തെ അഥവാ ദൈവിക ആലോചനയെ സ്വീകരിക്കുന്നവരായി തീരണം. And also through the gospel we have to receive the counsel of God. ഒരിക്കൽ ഇസ്രായേലിനോട് ദൈവം ഇപ്രകാരം ദുഃഖത്തോട് പറയുകയുണ്ടായി. To Israel God said with sorrow, അയ്യോ, നീ എന്റെ കൽപ്പന കേട്ടനുസരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. Oh, woe if it was good that you had listened to my word. അങ്ങനെയെങ്കിൽ നിന്റെ
നിന്റെ ശുഭകാലം നിലനിൽക്കുമായിരുന്നു. and then your future might remain. എന്തുകൊണ്ടാണ് നിനക്ക് ശുഭകാലം ലഭിക്കാതെ പോയത്? And why it did not remain? നീ എന്റെ കൽപ്പന കേട്ട് അനുസരിച്ചില്ല. You did not listen and obey my commandment. ദൈവം നമ്മുടെ സൃഷ്ടാവായിരിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് നാം കാതോർത്ത് കേൾക്കേണ്ടതാണ്. And when God is our creator, and we have to listen intently what God is saying. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ വാക്കുകളെ നാം അങ്ങനെ തന്നെ വള്ളി പുള്ളി വിടാതെ അനുസരിക്കേണ്ടതാണ്. And we have to obey the word of God without leaving a jot or a tittle. അവിടുത്തെ മുൻപാകെ നാം ഭയപ്പെടുകയും വിറയ്ക്കുകയും അവന്റെ ആലോചനയെ അതുപോലെ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. And we have to fear him and terrify before him and receive his counsel. ദൈവം മനുഷ്യന് നൽകുന്നത് സുവിശേഷമാണ്, ഗുഡ് ടൈഡിങ്സ് ആണ്. And good tidings, the gospel God is giving to man. ദൈവം നമുക്ക് ഒരിക്കലും തെറ്റായ ഒരു ആലോചന നൽകുന്നില്ല. God is never giving us a false counsel. ദൈവത്തിന് നമ്മോട് എപ്പോഴും നല്ലതേ പറയുവാനുള്ളൂ. God has only good to say to us. നല്ല ഒരു സുവിശേഷം, നല്ല ഒരു വിശേഷം, നല്ല ഒരു ദൂത്, നല്ല ഒരു ആലോചന, ഇതേ ദൈവത്തിന് നമ്മളോട് പറയാനുള്ളൂ. Good tiding, good counsel, something good, that is gospel. ദൈവം നൽകുന്ന സുവിശേഷത്തെ നാം അതുപോലെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. And we have to receive that gospel as it is. എന്നാൽ ചിലർക്ക് പല കാര്യങ്ങളിലും തെറ്റിദ്ധാരണകളുണ്ട്. And certain people, they have misunderstandings. ക്രൈസ്തവ മാർഗം അല്ലെങ്കിൽ സുവിശേഷം എന്നത് സ്വദേശീയമല്ല എന്ന് ചിന്തിക്കുന്നവരും വ്യാഖ്യാനിക്കുന്നവരും. They think that this Christian way is not earthly. പ്രിയരെ, ദൈവത്തിന്റെ ആലോചനകളെ സ്വദേശിയൊന്നും വൈദേശികമൊന്നും തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. The counsel of God, it should not be with the particular land or foreign. ഈ ആധുനികമായ യുഗത്തിൽ രാഷ്ട്ര ദേശ വരമ്പുകൾക്ക് പ്രസക്തിയേ ഇല്ല എന്ന് വേണം പറയുവാൻ. In this modern land, these political boundaries have no value. ഒരു കാലത്തുണ്ടായിരുന്ന പോലെയല്ല ശാസ്ത്രം വികസിച്ചു, ഇന്നത്തെ വാർത്താവിനിമയ സൗകര്യങ്ങൾ വർദ്ധിച്ചു, ഇന്ന് ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി മാറിയിരിക്കുകയാണ്. Today the world has become a global village. അതുകൊണ്ട് ആ രാജ്യം, ഈ രാജ്യം, ആ ദേശം, ഈ ദേശം, ആ ഭാഷ, ഈ ഭാഷ എന്നുള്ള വരമ്പുകൾക്കൊന്നും പ്രസക്തിയില്ല. Today such boundaries as a nation and language and culture has no significance. മലയാളിക്ക് ഭക്ഷിക്കാൻ പച്ചക്കറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന്. And for a Malayali, the vegetable is coming from Tamil Nadu. അരി ആന്ധ്രയിൽ നിന്നും ഗോതമ്പ് പഞ്ചാബിൽ നിന്നാണ് വരുന്നത്. The rice from Andhra and the wheat from Punjab. കടയിൽ ചെന്ന് വാങ്ങിക്കുന്നതായ സാധനങ്ങളിൽ മിക്കതും ചൈനീസ് നിർമ്മിതമാണ്. And the manufactured goods from the shop are Chinese. സ്വദേശിതമായത് മാത്രമേ സ്വീകരിക്കുന്ന ആരെങ്കിലും ശാഠ്യം പിടിക്കുന്നുണ്ടോ? And are you making it that you will only receive the Swadeshi items? വൈദേശികമായ കാര്യങ്ങൾ ഞാൻ വർജിക്കാൻ പോകുന്നു എന്ന് ആരെങ്കിലും Do തീരുമാനിക്കുമോ? you reject anything that is foreign? അങ്ങനെ തീരുമാനിച്ചാൽ അത് എന്തൊക്കെ നമുക്ക് വർജിക്കാം, അത് എത്രത്തോളം പ്രായോഗികമായി തീരും? And if you reject such things, how much it will be practical in your life? വൈദേശികമായത് വേണ്ട എന്ന് വെച്ചാൽ, And if you reject all these foreign items, ചൈനയിൽ കണ്ടുപിടിച്ച പേപ്പർ തന്നെ ഉപയോഗിക്കേണ്ടെന്ന് വെക്കേണ്ടി വരും. and you have to reject even the paper from China, ഹംഗറിയിൽ കണ്ടുപിടിച്ചതായ ബോൾ പെൻ ഉപയോഗിക്കേണ്ടെന്ന് തീരുമാനിക്കേണ്ടി and വരും. even the ball pen invented in Hungary, അമേരിക്കയിൽ കണ്ടുപിടിച്ചതായ മൈക്രോഫോണിന്റെ ഉപയോഗം വേണ്ടെന്ന് വെക്കേണ്ടി and വരും. even the microphone from the United States, വൈദ്യുതി വിളക്ക് നമുക്ക് വേണ്ട എന്ന് വെക്കേണ്ടി and വരും. even you have to reject the electricity, സ്കോട്ട്ലാൻഡിൽ കണ്ടുപിടിച്ച TV കാണണ്ടെന്ന് വെക്കേണ്ടി and വരും. you might have to reject the television from Scotland, ഫ്രാൻസിൽ കണ്ടുപിടിച്ചത് മോട്ടോർ സൈക്കിൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് and വരും. all the motorcycle from France, ജർമ്മനിയിൽ കണ്ടുപിടിച്ചതായ മോട്ടോർ കാർ നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ടി and വരും. even the motor car invented in Germany, അമേരിക്കയിൽ റൈറ്റ് സവർമാർ കണ്ടുപിടിച്ചതായ വിമാനയാത്ര നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി and വരും. even the airplane flight invented in America. വൈദേശികമായത് വേണ്ടെന്ന് വെക്കാൻ തുടങ്ങിയാൽ എത്രത്തോളം And പ്രായോഗികമാകും? if you reject all these foreign items, how much will it be practical? പ്രിയരെ, ശാസ്ത്രം വികസിച്ചു എന്ന് വിചാരിച്ച് ദൈവത്തിനോ ദൈവീയ മാർഗത്തിനോ ശാസ്ത്രം എതിരല്ല. And because science has progressed, God and even the godly path is not anti. ഒട്ടുമിക്ക ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ വിശ്വാസം ദൈവത്തോട് വർദ്ധിക്കുകയാണ് ചെയ്തത്. And after these inventions, their faith in God has only ഈ increased. കാണുന്ന ദൈവജനത്തിലുള്ളവരുടെ വിശ്വാസം ഊട്ടുറപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. And our belief in the word of God is only increasing. ശാസ്ത്രവും ശാസ്ത്രജ്ഞന്മാരും ദൈവവിശ്വാസത്തിന് എതിരായിട്ടുള്ളവരല്ല. And these things and even the word of God is not anti to these things. ഏതാനും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ദൈവത്തെ നിഷേധിക്കാൻ ശ്രമിക്കുന്നവൻ പോഷൻ എന്ന വേദപുസ്തകം പറയുകയാണ്. And those who think these things and the word of God says he is a fool. 14 സങ്കീർത്തനം 2 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. In the 14th Psalm, in the 2nd verse we read, ദൈവത്തെ അന്വേഷിക്കുന്ന
ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ The ദർശിക്കുകയും Lord looked down from heaven upon the children of men to see if there were any that did seek God. സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനായ ദൈവം The God who lives in heaven താൻ സൃഷ്ടിച്ചതായ ഭൂമിയിൽ and in the world he തന്റെ made, സൃഷ്ടികളായ മനുഷ്യരുടെ ഇടയിൽ and among his creature, the man, ബുദ്ധിമാന്മാരാരെന്ന് തേടുകയാണ്. and God is seeking someone with understanding. ആ ബുദ്ധിമാന്മാരാരാണെന്ന് And who are these people with ദൈവത്തെ understanding? അന്വേഷിക്കുന്നവർ. Those who seek God. ദൈവത്തെ വിശ്വസിക്കുന്നവരും അന്വേഷിക്കുന്നവരും ആശ്രയിക്കുന്ന ബുദ്ധിമാന്മാരാണ്, അല്ലാത്തവരെ തിരിച്ച് പറയേണ്ടിയിരിക്കുന്നു. Those who believe, those who seek, and those who inquire of God. ഗണിതശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടൻ ഈശ്വരവിശ്വാസിയായിരുന്നു. And Sir Isaac Newton, he was a believer in God. ക്ലോറോഫം കണ്ടുപിടിച്ചതായ സിംസൺ, And even Simpson നോബൽ സമ്മാനം നേടിയതായ ഹെൻറി ഫേബർ, and Henry Faber, ആൽബർട്ട് ഐൻസ്റ്റീൻ, Albert Einstein, ചന്ദ്രനിൽ പോയി വന്നതായ കേണൽ ജെയിംസ്, and Kenneth James. ഇവരൊക്കെയും ദൈവത്തെയും ദൈവദിനത്തെയും വിശ്വസിച്ച പ്രസിദ്ധരായ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരാണ്. They were famous scientists who believed in God and in the Word of God. ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളൊന്നും അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിയില്ല, കുറച്ചുകൂടെ അടുപ്പിക്കുകയും ചെയ്തു. These scientific inventions did not remove them from God, it only brought them to God. പ്രകൃതിയുടെ രഹസ്യങ്ങളുടെ ചുരുളഴിഞ്ഞപ്പോൾ സർവശക്തനായ സൃഷ്ടാവായ ദൈവത്തെ അവരെ വാഴ്ത്തിപ്പാടുകയുണ്ടായി. And when the scroll was unwounded, they started glorifying God. അതുകൊണ്ടാണ് ചന്ദ്രനിൽ പോയ മനുഷ്യൻ അവിടെ വിടർത്തി വായിച്ചത് 8-ാം സങ്കീർത്തനമാണ്. And the man who visited the moon, he read the 8th Psalm. സൂര്യനെയും നീ സൃഷ്ടിച്ചതായി ചന്ദ്രനെയും നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ മനുഷ്യനെ നീ ഓർക്കുവാൻ അവൻ എന്ത്? And what is man that thou art mindful of him? തീർന്നില്ല, മനുഷ്യപുത്രനെ സന്ദർശിക്കുവാൻ അവൻ എന്തുമാത്രം. And what is son of man that thou visitest him? ദൈവം നമ്മളെ ഓർക്കുക മാത്രമല്ല, നമ്മളെ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച സന്ദർശിക്കും ചെയ്തിരിക്കുന്നു. And God is not only remembering us, he's visiting us. പ്രപഞ്ചത്തെ നോക്കിയാൽ, സൃഷ്ടിയെ നോക്കിയാൽ, ദൈവത്തിന്റെ കരുതലിനെ നോക്കിയാൽ, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നോക്കിയാൽ, ഓ ദൈവത്തിന്റെ സ്നേഹം എത്ര നിസ്തുല്യമാണ്. And how much is the love of God? ഈ സൃഷ്ടാവായ ദൈവം നമുക്ക് വേണ്ടി എല്ലാം കരുതിയിരിക്കുകയാണ്. And this creator God, he has cared everything for us. പാചക ഗ്യാസ് വാങ്ങിക്കുന്നത് പോലെ And- പ്രാണവായു, ഓക്സിജൻ മകളെ വില കൊടുത്ത് വാങ്ങിക്കാൻ തുടങ്ങിയാൽ Just as we buy this cooking gas, if you buy this oxygen, നമ്മൾക്ക് ഒരാൾക്ക് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ് 2,500 രൂപയുടെ ഓക്സിജനെങ്കിലും വേണ്ടി വരും. and we would require at least 2,500 oxygen per day. അങ്ങനെ 4 പേരുടെ കുടുംബത്തിന് ഒരു മാസം 3 ലക്ഷത്തിലധികം രൂപ ഓക്സിജൻ ശ്വസിക്കാൻ തന്നെ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. And at least they will have to remove 3 lakh rupees per month for inhaling oxygen. ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷം പേർക്കും അല്ലെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും അത്രയൊന്നും സമ്പത്തും വരുമാനമുള്ളവരല്ല. And the majority of the people seated here do not have that kind of wealth. എങ്കിലും സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടിയായി നമ്മളെ കരുതി ഇതെല്ലാം സൗജന്യമായി പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചു But വെച്ചിരിക്കുന്നു. creator God, he's caring for his creature and he's provided everything in nature. അതുകൊണ്ട് ഒരു ഭക്തന് പ്രകാരം പറയുന്നു, ദൈവത്തിന് എല്ലാ ദാനങ്ങൾക്കായിട്ട് സ്തോത്രം. I praise God for all his gifts പറഞ്ഞാൽ തീരാത്ത ദാനങ്ങൾക്കായിട്ട് and സ്തോത്രം. gifts which I cannot mention. ഞാൻ ഓക്സിജന്റെ കാര്യമേ പറഞ്ഞുള്ളൂ. ദൈവത്തിന്റെ ദാനങ്ങളെ പറഞ്ഞാൽ തീരാത്ത ഒരു നീണ്ട ലിസ്റ്റാണ്. And there is a big list of all the good things done by അതെ God. പ്രിയ സ്നേഹിതരെ, നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. Beloved friends, there is a God who cares for us. നമുക്ക് പറഞ്ഞാൽ തീരാത്ത ദാനങ്ങളെ സൗജന്യമായി തരുന്ന ഒരു ദൈവമുണ്ട്. A God who gives freely everything for us to enjoy. ദൈവം മാനവജാതിക്കായ ഒരുക്കിയതിൽ ഏറ്റവും വലുത് എന്നാണെന്ന് ചോദിച്ചാൽ, What is the greater things God has provided for നിങ്ങൾക്ക് humankind? എനിക്കും ദൈവം നൽകിയതിൽ ഏറ്റവും ശ്രേഷ്ഠമായെന്ന് ചോദിച്ചാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെയാണ്. The most excellent thing God has given us is his son Jesus Christ. ക്രിസ്തുവിന് 700 വർഷം ജീവിച്ചിരുന്ന യെശയ്യാ എന്ന പ്രവാചകൻ ഇപ്രകാരം പറയുകയുണ്ടായി. Isaiah the prophet who lived 700 years before Christ, ക്രിസ്തുവിന്റെ ലോകത്തിലേക്ക് ആവുന്നതായ വരവും അവന്റെ പ്രവർത്തനം, അവന്റെ ജീവിത ലക്ഷ്യം ഇത്യാദിയെല്ലാം സവിസ്തരമായി വിസ്തരിച്ചിരിക്കുന്നു. and his coming, his works and his manifestation, he explained in detail. അതെ, ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് തന്റെ പുത്രനായ യേശു ക്രിസ്തു. Greatest gift God has given to man, his son Jesus Christ. അതേ പുത്രൻ ലോകത്തിൽ വന്ന് വിളിച്ചു പറഞ്ഞ വചനമാണ് യോഹന്നാൻ 3:16. And John 3:16, the Son of God proclaimed, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. that God so loved the world that he gave his only begotten son, that whosoever believeth in him should not perish but have everlasting life. ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനം
തന്റെ ഏകജാതനായ പുത്രനാണ്. Greatest gift God has given is His Son, Jesus ഈ Christ. ഭൂമിയിൽ നമുക്ക് ആരെല്ലാം എന്തെല്ലാം വിലപിടിപ്പുകൾ തന്നിട്ടുണ്ടോ അതൊന്നും ഈ പുത്രനോട് തുല്യം വരുന്നില്ല. And all the valuable things people have given us, nothing can be compared to നമ്മളെ the Son. ഏറ്റവും അധികം സ്നേഹിക്കുന്നവൻ സ്നേഹിച്ചത് ദൈവമാണ്. And God is the one who loved us the most. ഭാര്യയോ ഭർത്താവോ മക്കളോ അപ്പനോ അമ്മയോ സ്നേഹിതരോ ഇവരെക്കാൾ ഏറ്റവും വലിയ സ്നേഹം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നു. And other than our children, our husband or wife or children, God has loved us the maximum. ആ സ്നേഹത്തിന്റെ വലിപ്പം എന്താന്ന് ചോദിച്ചാൽ, And what is the bigness of that തന്റെ love? ഏകജാതനായ പുത്രൻ നൽകുവാൻ തക്കവണ്ണം ആ സ്നേഹം അത്ര വലിപ്പമുള്ളതാണ്. And it was so big that He gave His only begotten Son. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഏറ്റവും വലിയ പ്രവൃത്തി സൂര്യനെ ഉണ്ടാക്കിയതോ ചന്ദ്രനെ ഉണ്ടാക്കിയതോ നക്ഷത്രം ഉണ്ടാക്കിയതല്ല. The greatest work that God did, not that He made sun or moon or the star, പഞ്ചമഹാസമുദ്രങ്ങളെയോ സസ്യങ്ങളെയോ ജീവജാലങ്ങളോ സൃഷ്ടിച്ചതല്ല. or all the 5 oceans or the nature or the human life, മനുഷ്യനെ സൃഷ്ടിച്ചതുമല്ല. and not even that He made man. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തി ദൈവത്തിന്റെ പുത്രനെ നമുക്ക് തന്നു എന്നുള്ളത്. The greatest thing God has done is that He gave His Son, Jesus. നമുക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും വലിയ വിടുതല് നശിച്ചു പോകാതിരിക്കുക എന്നതത്രേ. And greatest deliverance as that we should not perish. നിങ്ങളും ഞാനും മാരക രോഗത്തിൽ വിടുവിക്കപ്പെട്ടാൽ ഒരു വലിയ വിടുതലാണെന്ന് പറയാറുണ്ട്. And we have had deliverance if we are redeemed out of some bondage. ഒരു അപകടം ഒഴിഞ്ഞു പോയാൽ വലിയ വിടുതലാണെന്ന് പറയാറുണ്ട്. And if we are from some accident, we say it is a deliverance. എന്നാൽ ഈ ലോകത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിടുതൽ ഏറ്റവും വലിയ വിടുതൽ നശിച്ചു പോകാതിരിക്കുക എന്നുള്ള വിടുതലാണ്. And it is that we should not perish. That is the greatest deliverance. നമ്മളെ വിടുവിക്കുന്ന ഏറ്റവും വലിയ വ്യക്തി, ഏക വ്യക്തി, അവൻ യേശു. And greatest thing that who has saved us is Jesus. നമ്മളെ വിടുവിക്കുന്ന ഏറ്റവും വലിയ വ്യക്തിയാണ് യേശു. And He is the person who has delivered അവനാണ് us. നമ്മളെ ഈ വിധത്തിൽ നശിച്ചു പോകാതെ വിടുവിക്കുന്ന ഏക വ്യക്തി. മറ്റാർക്കും അത് സാധ്യമല്ല. No one else can deliver us other than Jesus. ദൈവം നാം വിടുവിക്കപ്പെടേണ്ടതിനായി വെച്ചിരിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു മാർഗമുണ്ട്. അതാണ് വിശ്വസിക്കുക എന്നത്. You have to believe, the greatest thing that you can receive. തന്നെ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും എന്ന് വായിക്കുന്നു. And whosoever believeth in His Son Jesus. അതെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്പത്താണ് തന്നെ നിത്യജീവൻ. Greatest wealth God has prepared is everlasting life. ആ തന്നിരിക്കുന്നതായ എത്ര പേർക്ക് കൊടുത്തു എന്ന് ചോദിച്ചാൽ ആ സംഖ്യ ലോകത്തെ തന്നെ അഥവാ ലോകത്തുള്ള സകല മനുഷ്യരെയും, And all humanity, everyone in this world. നിങ്ങളും ഞാനും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിരിക്കാം. അത് 100കളോ അല്ലെങ്കിൽ 1000കളോ ആവാം. എന്നാൽ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന സമ്മാനമാണ് തന്റെ പ്രിയപുത്രനായ യേശു ക്രിസ്തു. You or I might have given to someone else hundreds or thousands, but above all these innumerable, God has given us His Son. ദൈവത്തിന്റെ ഏറ്റവും വലിയ ക്ഷണം ഈ വചനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. And it has, in this verse, everything is തന്റെ embedded, പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ, so that no one might perish, those who believe in His Son, ദേശവ്യത്യാസമില്ല, ഭാഷ വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, പ്രായ വ്യത്യാസമില്ല, without any distinction of race or language or culture, പണ്ഡിതനെന്നോ പാവനെന്നോ സമരനെന്നോ ദരിദ്രന്റെ വ്യത്യാസമില്ല, or educated or wealthy or poor. അവനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവനെ പ്രാപിച്ചിരിക്കും. ദൈവം ആ വലിയ ക്ഷണം നമുക്ക് നൽകിയിരിക്കുക. God has given us this privilege. Whosoever believeth in Him will not perish. അങ്ങനെയെങ്കിൽ ഈ വലിയ ക്ഷണം നമുക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? And why shouldn't we receive that investment? യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ വൈവിധ്യം പ്രവാചകനായ യെശയ്യാവ് വിവരിക്കുന്നു. The manifestation of the ministry of Jesus, Isaiah is expounding. യെശയ്യാവ് എഴുതിയ പ്രവചനം 61-ാം അധ്യായം In Isaiah 61, അതിന്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങളിൽ from the 1st to the 3rd verse, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ലോകത്തിൽ വന്ന് ചെയ്ത ശുശ്രൂഷയുടെ വൈവിധ്യമാർന്ന തലങ്ങൾ അവിടെ എഴുതിയിരിക്കുകയാണ്. the manifold ministry the Son of God Jesus did in this earth. യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് And the Spirit of the Lord is upon me, എളിയവരോട് സദ്വർത്താനം ഘോഷിക്കുവാൻ, to preach good tidings to the poor, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ, to bind up the brokenhearted, തടവുകാർക്ക് വിടുതൽ നൽകുവാൻ, to proclaim liberty to captives, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാൻ, opening of prison to them that are bound, ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുവാൻ, and to comfort those who mourn, ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാല കൊടുക്കുവാൻ, give unto them beauty for ashes, ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷമമനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുവാൻ, oil of joy for mourning and garment of praise for a spirit of heaviness. ഈ ലോകത്തിലുള്ള യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ
വൈവിധ്യമാർന്നതും അതിശയമാർന്നതുമായിരുന്നു. And it is amazing and manifest the ministry of Jesus. തന്റെ അടുക്കലേക്ക് വന്നവർക്കൊക്കെയും യേശുവിന്റെ ശുശ്രൂഷയുടെ നന്മ നന്നായി അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞു. The goodness of the ministry of Jesus they could experience. നാം പ്രതീക്ഷിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ ഗുണങ്ങൾ നന്മയ്ക്കുള്ളത് തന്നെയാണ്. And all the things that God thinks toward us are for good. നമ്മുടെ ഇന്നത്തെ സ്ഥിതി എന്തു തന്നെയായിരുന്നാലും അത് മാറേണ്ടതിന് വേണ്ടി ഒരു പ്രാർത്ഥന മാത്രം മതിയാകും. And only a prayer is essential that our things might leave. നമ്മുടെ അവസ്ഥ എന്താണ്? What is our condition? നമ്മുടെ ആവശ്യം എന്താണ്? What is our need? നമ്മുടെ വേദന എന്താണ്? What is our pain? നാം അത് മാറേണ്ടതിന് പ്രാർത്ഥിച്ചാൽ അതിനൊരു മാറ്റം ഉണ്ടാകും. And if we pray, if there is a change. പഴയ നിയമത്തിൽ യബ്ബേസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നതായി വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. In the word of God is mentioned at Jabez, a man in the Old Testament. ദിനവൃത്താന്തത്തിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം In 1 Chronicles chapter 1 verse 4 9-10 എന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ and verse 9 and 10 when we read. വായിച്ചാട്ടെ. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. യബ്ബേസ് പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു, അവൻ പ്രാർത്ഥിച്ച ദൈവം അത് അവന് നൽകി. And Jabez, he prayed, he asked from God, and God gave it to him. ഈ യബ്ബേസിന്റെ ജീവചരിത്രം വളരെ പ്രചോദനകരമാണ്. The life history of Jabez is an encouraging one. അവന്റെ പേരിന്റെ അർത്ഥം തന്നെ ദുഃഖിപ്പിക്കുന്നവൻ എന്നായിരുന്നു. It is one who gives sorrow. ആ ദുഃഖത്തോടെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞാണ് അമ്മ അവൻ അങ്ങനെ ഒരു പേരിട്ടത് തന്നെ. And with sorrow I have born a child. His mother gave him this name. സാധാരണഗതിയിൽ വേദനയോടെയാണ് അമ്മമാരെ മക്കളെ പ്രസവിക്കുന്നത്. And naturally with pain the mothers give birth to the എന്നാൽ child. അതിലുപരിയായി അസാധാരണമായ എന്തോ അവന്റെ അമ്മയ്ക്ക് വേദനാജനകമായി അവന്റെ ജനനത്തിൽ സംഭവിച്ചിരിക്കാം. And something might have happened during his birth to the mother. ചിലപ്പോൾ അവൻ ജനിച്ചപ്പോൾ വഴിയിലുള്ളവനായി ജനിച്ചിരിക്കാം. He might be born with some handicap. പ്രത്യേകമായ ഏതെങ്കിലും രോഗം അവൻ ഉണ്ടായിരുന്നിരിക്കാം. And maybe he might have some sickness. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവന്റെ സ്വഭാവം അല്ലെങ്കിൽ അവന്റെ ഒരു ശല്യമായി തീരുമെന്നുള്ള ചിന്ത അമ്മയ്ക്ക് ഉണ്ടായി കാണുമായിരുന്നു. And maybe his nature, it might be unhospitable, his mother might have thought. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ജാതകം എഴുതിക്കുന്നതായി ഒരു രീതിയുണ്ട്. Certain people, they consult the horoscope in our ചില land. ജാതകത്തിൽ ഒരു മകൻ ജനിച്ചാൽ ഉടൻ അപ്പൻ മരിക്കുമെന്ന് ചിലപ്പോൾ എഴുതിയിരിക്കും. And when a son is born, the father might die. It might be written. കുട്ടിയുടെ ജനനത്തോടെ അമ്മ ഈ ലോകത്ത് നിന്ന് യാത്രയാകുമെന്നൊക്കെ അതിൽ എഴുതിയിരിക്കും. It might be written that the mother might bid adieu to the world by the birth of the child. അങ്ങനെ അശുഭമായ കാര്യങ്ങൾ കുട്ടിയുടെ ജനനത്തോടുകൂടെ ഉണ്ടാകുമെന്ന് അറിഞ്ഞാൽ ആർക്കാണ് വ്യസനം ഉണ്ടാകാത്തത്? And if it is known that certain things will happen contrary, who will not be sorrowful? അതുകൊണ്ടാണോ അവന് വ്യസനിപ്പിക്കുന്നവനെന്ന് പേരിട്ടതെന്ന് അറിയുന്നില്ല. And we do not know that he might have named because he gives sorrow. കലക്കം എന്നർത്ഥമുണ്ട്. And turmoil. എന്തെങ്കിലും കലക്കം ആ വീട്ടിലുണ്ടായിരുന്നേക്കാം. And some kind of turmoil might have happened in the life. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നേക്കാം. And maybe some kind of lacking. ജനനത്തോടെ കഷ്ടപ്പാടുകൾക്ക് തുടക്കം കുറിച്ച് കാണുമായിരിക്കും. And certain might of sorrow also might have come. ഏതായിരുന്നാലും നിർഭാഗ്യകരം അവന് വ്യസനിപ്പിക്കുന്നവനെന്ന് അമ്മ പേരിട്ട് കളഞ്ഞു. Unfortunately, his mother named him, he gives sorrow. ഇങ്ങനെ നിങ്ങളോ ഞാനോ വളർന്നു വന്നാൽ എന്താണ് നമ്മുടെ ഈ മനോഭാവം? And what is the nature of our heart if we also are born up? പേരിട്ട അമ്മയോട് വിദ്വേഷം തോന്നുമോ? And we will have some kind of and repression to our mother, ദൈവത്തോട് ഉള്ളതായ ഒരു വിദ്വേഷ മനോഭാവം ഉണ്ടാകുമോ? or hatred toward God. പക്ഷെ ഇതിനെല്ലാം യബ്ബേസ് വളരെ വ്യത്യസ്തനായി. But Jabez, he was of some other ഇവന്റെ kind. ഭാവി എങ്ങനെയാണ് തീർന്നത്? And how was his future? അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. And we read in this manner. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. And he was more than his brethren. ഇതെങ്ങനെയാണ് ഒരു വ്യസനപുത്രനായി ജനിച്ചവൻ മാന്യനല്ല സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി തീർന്നത്? And how was he more honorable than his brethren? അവന്റെ ഭാവി എങ്ങനെയാണ് ശുഭമായിട്ട് മാറിയത്? And how was his future something good? ഒന്നാമത് അവനൊരു മാറ്റം ആഗ്രഹിച്ചു. And he required a change. ചിലര് ഒരു മാറ്റത്തെ ആഗ്രഹിക്കാറില്ല. Some people anticipate a change. അത് നിരാശയുടെ ഒരു കഠിനമായ ഒരു നിലവാരമായിരിക്കും. And it is something filled with discouragement. എന്റെ ഈ രോഗം സൗഖ്യമാകയില്ല.
and my disease might not be healed, എനിക്ക് ഒരു നല്ല ബുദ്ധി ഇനി പഠിക്കാൻ ലഭിക്കുകയില്ല, and I will not have a good mind to study, ഞാൻ പരീക്ഷകളിൽ പാസ്സാവുകയില്ല, I will not pass in these എനിക്ക് നല്ല exams, ഉദ്യോഗം ലഭിക്കുകയില്ല, I will not receive a good job, എനിക്ക് മറ്റുള്ളവരുടെ ഒപ്പമോ ഉള്ളതായ ഒരു നന്മ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല, I will not have something good comparable with others, എനിക്കൊരു ഉയർച്ച ലഭിക്കുകയില്ല, I will not receive some kind of ഞാൻ എന്നും upliftment. ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. Some people think I will always be like this. നിങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. You should not think like യബ്ബേസ് that. നമുക്കൊരു മാതൃകയാണ്. Jabez is a model for us. യബ്ബേസ് ഇപ്രകാരം പറയുന്നു, എനിക്ക് ഒരു മാറ്റം വേണം. I need a change. അവനൊരു മാറ്റത്തെ ആഗ്രഹിച്ചു. And he required a change. അവന്റെ ഗോത്രം യഹൂദ ഗോത്രമായിരുന്നു. He was of the tribe of Judah. നിങ്ങൾ നോക്കിയാൽ യഹൂദ ഗോത്രത്തെ യഹൂദന്മാരുടെയും നമ്മൾ പഠിച്ചാൽ, And when we concern the people of the tribe of Judah, അവര് വളരെയധികം ഉയർന്ന ഒരു വിഭാഗമായിരുന്നു. and they were some upper class, ഭരണം കൈയാളിരുന്നവരും and they had the authority among them, വളരെ ശാസ്ത്രിമാരും വളരെ പഠിച്ചവരും പണ്ഡിതന്മാരും ഒക്കെ ഉള്ള ഒരു കുലമായിരുന്നു, ഗോത്രമായിരുന്നു യഹൂദ the ഗോത്രം. learned and the scribes were among the people of Judah. ഇവൻ ഇപ്രകാരം ചിന്തിച്ചു കാണുമായിരുന്നേക്കാം, They might have thought, എന്റെ ഗോത്രത്തിലെ മറ്റുള്ളവരെ പോലെ എനിക്കുമായി തീരണം, and I should also be someone other like the people of എന്റെ my tribe. സമൂഹത്തിലെ പണ്ഡിതന്മാരും എനിക്കൊരു പണ്ഡിതനാവണം, I should be a scholar like the people among my society, ഉന്നത സ്ഥാനിയെ പോലെ എനിക്ക് ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരണം, and I should also reach that lofty പല position, പദവികൾ വഹിക്കുന്നവരെ നോക്കി എനിക്ക് അതുപോലൊരു പദവി ഉണ്ടാകണം. and I should also have some position like that. അവനൊരു മാറ്റം അവൻ ആഗ്രഹിച്ചു, അത് എല്ലാറ്റിന്റെ ഒരു നല്ല തുടക്കമായി. And he decided change, and it was a good beginning. പ്രിയരെ, ആഗ്രഹമാണ് എല്ലാറ്റിന്റെയും നല്ല തുടക്കം. And the desire is that what gives the change. ബൈബിൾ ഇപ്രകാരം പറയുന്നു, The word of God says, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹവും സാധിപ്പിക്കും. and he giveth the need of his saints. നല്ലൊരു ആഗ്രഹം നല്ലൊരു വിത്ത് പോലെയാണ്, അത് മുളച്ച് വളർന്ന് ഫലം കായ്ക്കുവാൻ ഇടയാക്കുവാൻ ദൈവത്തിന് കഴിയും. And good desire is like a seed, and God is able to make it sprout and കേവലം grow. ആഗ്രഹവുമായി നടക്കുകയല്ല ചെയ്തത്, Not with this desire we should walk. അവൻ പ്രാർത്ഥിച്ചു. He prayed, ഏത് ആഗ്രഹിച്ചുവോ അത് അവൻ പ്രാർത്ഥിച്ചു. and whatever he desired, he prayed for it. ചിലർക്ക് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അവർ പ്രാർത്ഥിക്കാറില്ല. Certain people have a desire, they do not pray, ആഗ്രഹങ്ങൾ സ്വന്തം പരിശ്രമം കൊണ്ട് സാധിക്കുന്നവർ കരുതുകയാണ്. and they think with their own ability they will decide. ഭാഗ്യമുണ്ടെങ്കിൽ എനിക്ക് ഈ ആഗ്രഹം നിറവേറുമെന്ന് അവർ കരുതുകയാണ്. They think if I have some kind of a hope, I will receive it. അവരെ സഹായിക്കുവാൻ മറ്റു പ്രാപ്തരായ ആളുകളുണ്ട്, അവരുടെ സഹായത്താൽ എൻ്റെ ആഗ്രഹം സഫലമാവുന്നവർ വിചാരിക്കുക. Maybe certain through other people they might help me, I will attain my goal. നല്ല ആഗ്രഹങ്ങൾ സഫലമാകുവാൻ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. We have to pray so that our good desire might be fulfilled. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തോട്, And to the creator of the universe, നിങ്ങളെ എന്റെയും സൃഷ്ടിച്ചവനായ ദൈവത്തോട്, to God who created you and me, നിങ്ങളെ എന്നെ കുറിച്ച് ശുഭകരമായ കാര്യം ചിന്തിക്കുന്ന ദൈവത്തോട് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. God who created good things, and we have to pray to that God. പ്രാർത്ഥനയാണ് മാറ്റങ്ങളുടെ താക്കോൽ എന്ന് വേണം പറയുക. It is the key to success. പ്രാർത്ഥനയെ കുറിച്ചുള്ളതായ മനുഷ്യന്റെ ധാരണ പലതരത്തിലാണ്. And the understandings concerning prayer among men is different. ദൈവത്തിന്റെ മനസ്സിനെ മാറ്റാൻ പ്രാർത്ഥിക്കുന്നതാണ് ചിലർ ധരിക്കുന്നത്. There are certain people think to change the mind of God they have to pray. അങ്ങനെയല്ല, പ്രാർത്ഥന ദൈവത്തെ മാറ്റാനല്ല, ദൈവമുൻപാകെ നമ്മളെ മാറ്റാനാണ്. It is to change ourselves in the presence of God. ദൈവം മാറ്റമില്ലാത്തവനായി എന്നേക്കും മാറാത്തവനായിരിക്കുന്നു. He is forever the same. അവൻ അനാദിയായും ശാശ്വതമായ ദൈവമാണ്. He is for eternal and everlasting God. ദൈവത്തിന്റെ സ്വഭാവത്തിനോ ദൈവത്തിന്റെ ചിന്തകൾക്കോ പ്ലാനുകൾക്കോ മാറ്റം വരുന്നില്ല. The nature, the plan and the thoughts of God can never be changed. നിങ്ങളും ഞാനും ജനിക്കും മുമ്പേ നമുക്കുറിച്ച് ദൈവത്തിന്റെ കാര്യപരിപാടിക്ക് ഒരു മാറ്റവുമില്ല. And the program of God can never be changed. ദൈവത്തിന് മനം മാറ്റാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, പ്രാർത്ഥനയാൽ നമ്മുടെ മനം മാറട്ടെ. And our minds should be changed by our prayer. ദൈവത്തിന്റെ സ്വഭാവം മാറാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, പ്രാർത്ഥനയാൽ നമ്മുടെ സ്വഭാവം മാറട്ടെ. And our nature should be changed by our prayer. നമ്മുടെ പ്രാർത്ഥനയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. And our life should be changed by the prayer that we do. ആഗ്രഹം സഫലമാകുവാൻ പ്രാർത്ഥിച്ചു. And Jabez, he prayed so that he would fulfill the desire of his heart. അവന്റെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നിരിക്കണം? And what was the thing that he desired? സ്വാഭാവികമായും ആദ്യത്തെ വിഷയം ദുഃഖം മാറണം എന്നായിരുന്നു. Naturally, the first thing, his sorrow would change. ഞാൻ ഒരു വ്യസനപുത്രനായി ജനിച്ചു, I am a son of sorrow. ആ വ്യസനം മാറണം.
and that sorrow should be changed. അമ്മയ്ക്ക് എന്നെ കുറിച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ അത് മാറണം. And whatever the mother has concerning me, it should change. പിതാവ് എന്നെ കുറിച്ച് ദുഃഖിക്കുന്നെങ്കിൽ ആ ദുഃഖം മാറണം. If my father is sorrowful concerning me, it should എന്റെ change. ഹൃദയത്തെ മനസ്സിലെ ദുഃഖം ചൂട് നിൽക്കുന്നു, അത് മാറണം. And in my heart, in my family, the sorrow is there, it should change. ഞാൻ ദുഃഖം കൊടുക്കുന്നവനല്ല, ഞാൻ വളരെ സന്തോഷകാരണമായി മാറണം. I should be a giver of joy to others. ദുഃഖം മാറുവാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. He prayed that the sorrow might be changed. പ്രിയരേ, ഇന്ന് നിങ്ങളുടെ വേദനകൾ എന്താണ്? Beloved ones, today, what is your pain? ദുഃഖം എന്താണ്? What is your നിങ്ങളെ sorrow? വ്യസനിപ്പിക്കുന്ന വിഷയങ്ങൾ എന്താണ്? What are the things that is troubling you? അത് മാറുവാൻ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. And you have to pray so that it might change. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വ്യസന കാരണമാണോ? And the thing, your children, are they giving trouble to you? ജീവിത പങ്കാളി, ഭാര്യയോ ഭർത്താവോ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നവരാണോ? Your partner, is he giving trouble to you? നിങ്ങളുടെ മേലധികാരിയോ സഹപ്രവർത്തകരോ നിങ്ങളെ വ്യസനിപ്പിക്കുന്നവരാണോ? Your higher ups, are they giving you trouble? പരിഹാരത്തിനായി പ്രാർത്ഥിക്കുക. For a solution, you have to pray. പ്രാർത്ഥന എല്ലാ ദുഃഖ കാരണങ്ങളെയും മാറ്റുവാൻ തക്കവണ്ണം ദൈവകരങ്ങളെ ചലിപ്പിക്കുന്നതാണ്. And it will set in motion the hands of God. അവന്റെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ വിഷയം വിശാലത വരണമെന്നായിരുന്നു. And enlargement should come through നീ prayer. എന്റെ അതിരിനെ വിസ്താരമാക്കണം. Oh, that thou would enlarge my coast. 4-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ In chapter 4, verse 40, when we read, അവിടെ വിസ്താരവും സ്വസ്ഥതയും സമാധാനമുള്ളതായ ഒരു ദേശത്തെ കുറിച്ച് വായിക്കുകയാണ്. it was a quiet and a peaceable and a good land. വിശാലത വേണമെന്ന് പറഞ്ഞാൽ And the land was wide, സ്വസ്ഥതയും സമാധാനം വേണമെന്ന്. and quietness and peaceableness. ഹൃദയത്തിൽ സ്വസ്ഥതയില്ലയോ, And in the heart, if you have no കുടുംബത്തിൽ peace സമാധാനമില്ലയോ, and no peace in your അത് family, മാറി വിശാലത വരുവാൻ പ്രാർത്ഥിക്കുക. it should change and you should have an enlargement. എനിക്ക് സമാധാനം നൽകണമേ, Oh, give me peace. എനിക്ക് സ്വസ്ഥത തരണമേ, Give me rest. എന്റെ ദുഃഖം മാറ്റി തരണമേ, And remove the sorrow in my എന്റെ heart. ഇടുക്കവും ഞെരുക്കവും മാറ്റി തരണമേ. And the straight and narrow thing in my life ആ should change. പ്രാർത്ഥനയ്ക്ക് എബ്ബേസിന് മറുപടി കൊടുത്തത് ദൈവം നമുക്ക് മറുപടി നൽകും. And Jabez, he gave the prayer and God will give us the answer. തുടർന്ന് അവന്റെ വിഷയം, പ്രാർത്ഥന വിഷയം ഇതാണ്: And what is in praying? ദൈവമേ, അങ്ങ് തന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. Oh Lord, definitely you should give it to me. അവന് അനുഗ്രഹത്തിന്റെ പ്രസക്തി മനസ്സിലാക്കിയവനായി. He understood the significance of ചിലർക്ക് blessing. ദൈവാനുഗ്രഹങ്ങളുടെ പ്രസക്തി അറിഞ്ഞുകൂടാ. Certain people do not know the significance of divine blessing. പണമുണ്ട്, കാര്യങ്ങൾ സാധ്യമാകും. I have money, things will be made possible. ബന്ധുബലമുണ്ട്, അതുകൊണ്ട് കാര്യങ്ങൾ I have സാധ്യമാകും. family relations, things will be made ഞാൻ നല്ല possible. ആരോഗ്യവാനാണെങ്കിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. I am healthy, the things will be made possible. ഞാൻ ബുദ്ധിമാനാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കും. And I have good wisdom, I will attain the things that I need. പ്രിയരേ, നമ്മുടെ അനുഗ്രഹത്തിന്റെ പ്രസക്തി പറഞ്ഞാൽ അത് ദൈവത്തിൽ അധിഷ്ഠിതമാണ്. The significance of the blessing should be with God. എബ്ബേസിന് ഒരു കാര്യം മനസ്സിലായി: എന്നെ അനുഗ്രഹിക്കണമെങ്കിൽ അത് ദൈവമാണ് അനുഗ്രഹിക്കേണ്ടത്. Jabez understood one thing: if someone has to bless me, it should be God. അവനെ ദൈവം അനുഗ്രഹിക്കേണ്ട ആവശ്യകത ബോധ്യപ്പെട്ടപ്പോൾ ആ ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുകയായി: എന്നെ നീ അനുഗ്രഹിക്കണം, നിശ്ചയമായും അനുഗ്രഹിക്കണം. And if you will bless me, surely you will bless me. അഥവാ ദൈവീയ അനുഗ്രഹത്തിന് വേണ്ടി അവൻ ഉറച്ചു നിന്നു എന്നർത്ഥം. And he stood for the divine blessings. ബൈബിളിൽ യാക്കോബ് എന്ന പേരുള്ള ഒരു ഗോത്രപിതാവിനെ നാം വായിക്കും. And we read of a patriarch by name Jacob. അവനും ഒരിക്കലും ഒരു അനുഗ്രഹത്തിന് ആവശ്യകതയുണ്ടായി. And he also needed a blessing one day. അവൻ തന്റെ കുടുംബാംഗങ്ങളെ മുഴുവനും ദൂരത്തകറ്റി ഒറ്റയ്ക്ക് അവന്റെ ദൈവവുമായി ഇടപെടാൻ. Once he was alone, he removed away all his family and he was alone with God. ബൈബിളിലെ ഭാഷ ഇങ്ങനെയാണ്. In the word of Bible, ഒരു ദൈവദൂതൻ ഇറങ്ങി വന്നു. the angel of God came. ദൈവദൂതനുമായി അവൻ മല്ല് പിടിച്ചു. He wrestled with the angel. ദൈവത്തിന് പ്രതിനിധിയായി വന്ന ദൂതനോട് അവൻ പറയുകയാണ്: To that representative of God, he said, എന്നെ അനുഗ്രഹിക്കണം. you have to bless me. പിന്നെയും പറയുന്നു: എന്നെ അനുഗ്രഹിക്കണം. You have to bless me. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. I will not leave you until you bless ഒരു me. ദൈവദൂതനോട് ഒരു മനുഷ്യനെ മല്ല് പിടിച്ച് ജയിക്കാൻ പറ്റുമോ? Will a man wrestle with God and win? മനുഷ്യൻ ദൈവത്തോട് ഗുസ്തി പിടിച്ച് ജയിക്കുമോ? Will he wrestle and succeed in his endeavor? ദീർഘവർഷങ്ങൾക്ക് ശേഷം ഹോശിയ എന്ന പേരുള്ളതായ പ്രവാചകന് അതിനെ മർമ്മം പിടികിട്ടി. And Hosea understood the mystery. അവൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. And he said it in this manner. യാക്കോബ് ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. And he prayed with tears unto God. ദൂതനുമായി കരുത് ശാരീരികമായി മല്ലുപിടിക്കല്ല ചെയ്തത്. It was not a physical kind of a wrestling. മുൻപാകെ കരയുകയായിരുന്നു. And he was crying in the presence of God. അവൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. And he prayed, oh Lord, bless me. വീണ്ടും ശബ്ദമുയർത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. And he prayed, oh Jabez, he prayed, bless me. അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു വന്നപ്പോൾ അവൻ കരയുവാനായിട്ട്
തുടങ്ങി. And he even prayed. അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല എന്ന നിലപാടില്ല. He said, I will not leave you until you bless me. അവന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായ കണ്ണുനീർ ഒഴുകി കാണും. And tears flowed out of his eyes. അവന്റെ ശബ്ദം ഉയർന്നു കാണും. And his voice might have increased. അവിടുത്തെ തോട്ടിലൂടെ വെള്ളമൊഴുകുന്ന ശബ്ദത്തിൽ അവന്റെ കരച്ചിലെ ശബ്ദം മറ്റാരും ചിലർ ശ്രദ്ധിച്ചു കാണുകയില്ല. And certain people might have heard the tears are flowing through him. അത് അവന് വലിയൊരു സഹായമായി തോന്നിക്കാണും. And it might have been a help for him. കുടുംബാംഗങ്ങൾ അറിയാതെ ദാസവസ്ത്രങ്ങൾ അറിയാതെ എനിക്കൊന്ന് ഉറക്കക്കരയാമല്ലോ. And without my family members or servants' knowledge, I can cry loud. ആരും കാണാതെ ദൈവമുമ്പാകെ എനിക്ക് കണ്ണീര് വേണ്ടുപോലെ ഒഴുക്കാമല്ലോ. And I can shed my tears in the presence of God. അവൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു പ്രാർത്ഥിച്ച കാര്യത്തിൽ ഉറച്ചു നിന്നു. And he cried and prayed unto God, and he was steadfast in his position. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചവന്റെ പേര് മാറ്റി അവനെ ദൈവം പ്രഭുവാക്കി മാറ്റി. And God changed his condition, and God made him a ഇത് prince. അറിയാമായിരുന്നതായ എബ്ബേസും ദൈവത്തോട് പറയാൻ നിശ്ചയമായി അനുഗ്രഹിച്ചേ മതിയാകും. And Jabez also is saying to God, you should bless me. അവന്റെ അടുത്ത വിഷയം നിന്റെ കൈ എന്നോട് കൂടി ഇരിക്കണം. And so that your hand would remain with me. ദൈവമേ അവിടുത്തെ സാന്നിധ്യവും സഹായം എന്നോട് കൂടി ഇരിക്കണമേ. And also your presence and your help. പ്രിയരേ, ദൈവ സാന്നിധ്യമാണ് നമുക്ക് വലുത്. Beloved ones, the presence of God is സഹായമാണ് വലുത്. His help is അവൻ essential. ഇസ്രായേലിന്റെ ദൈവത്തെ വിശ്വസിച്ചു. We have to believe in the God of Israel. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? And what is the speciality of the God of Israel? രൂപാന്തരത്തിന്റെ ശക്തി ഉള്ളവനാണ്. And the power of transformation. തിന്മയെ നന്മയാക്കുവാൻ, He will change the good evil into good, വെളിച്ചമാക്കുവാൻ, from darkness into light, മധ്യാഹ്നമാക്കുവാൻ, and also the darkness into midnight, and bitterness into sweet. അതെ, രാത്രിയെ പകലാക്കുവാൻ ഇസ്രായേലിന്റെ ദൈവത്തിന് ശക്തി ഉണ്ട്. And the God of Israel is able to do it. ദൈവമേ, എന്റെ വേദന നീ അറിയുന്നവൻ. Oh Lord, you know my pain, ശരീരത്തിന്റെ വേദന, മനസ്സിന്റെ വേദന, the pain in my body and in my heart. നീ വേദന ചുമന്നവനായ ദൈവം, You bore my pain, എന്റെ വേദനയ്ക്ക് പകരം എനിക്ക് പുഞ്ചിരി നൽകുമാറാകണം. and you have to give me wisdom. എന്റെ കലക്കത്തിന് പകരം എനിക്ക് സമാധാനവും Give me സ്വസ്ഥതയും peace നൽകുമാറാകണം. instead of my turmoil, എന്റെ രോഗത്തിന് പകരം സൗഖ്യം തരുവാൻ അവിടത്തേക്ക് കഴിവുണ്ട്. healing in place of my sickness, എന്റെ തകരാറുകൾ വൈകല്യങ്ങൾ മാറ്റുവാൻ നിനക്ക് ശക്തിയുണ്ട്. and it is success in face of my failure. അഥവാ യേശു ജന്മനാ മുടന്തനെ നടക്കുമാറാക്കിയവനാണ്. And he was able to make the lame to walk, ജന്മനാ കുരുടനെ കാണുമാറാക്കിയവനാണ്. those who was born blind to see. വൈകല്യങ്ങൾ മാറിയില്ലെങ്കിലും അത് അവിടെ വെച്ചുകൊണ്ട് തന്നെ നമ്മളെ അനുഗ്രഹിപ്പാൻ ദൈവത്തിന് Even if the handicaps are not changed, God is able to bless us. മോശ വിക്കുള്ളവനായിരുന്നു, അത് വെച്ചുകൊണ്ട് തന്നെ ദൈവം അവനെ ലക്ഷങ്ങളുടെ നേതാവാക്കി, അനിശ്ചിത നേതാവാക്കി. Moses had stammering, but God blessed him and made him a leader of nations. ദാവീദ് ഒരു മഹാചക്രവർത്തിയായിരുന്നു, സ്ട്രക്ചറിൽ അവന് ചെറിയൊരു മനുഷ്യനായിരുന്നു. ദൈവം അവനെ വലിയവനാക്കി മാറ്റി, വലിയ മഹാന്മാർക്കുള്ളതുപോലെ പേരവന് കൊടുത്തു. And David was a little man, but God gave him a mighty name as among the name of the famous in the earth. സക്കായി വളരെ ഉയരം കുറഞ്ഞവനായിരുന്നെങ്കിലും അവന്റെ വീട്ടിൽ ദൈവം പാർത്തവനെ സമൂഹമധ്യേ മാനിച്ചു. Zacchaeus was of short of stature, but God dwelled in his house and honored him among men. എന്റെ ബുദ്ധിമുട്ടുകളെ തീർക്കുവാൻ നിനക്ക് കഴിയും. You are able to remove my difficulties. ഫിലിപ്പിയർ 4:19. And in 4:19, അതെ, ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ തന്നെ ധനത്തിന് മഹത്വത്തോളം പൂർണ്ണമായി തീർത്തു തരും. my God shall supply all your need according to his riches in glory. കഷ്ടപ്പാടുകൾക്ക് ഒരു മാറ്റം നൽകുന്നൊരു And to my suffering God will bring a change. ദാവീദിന്റെ കഷ്ടതയെ കണ്ടവൻ, And God saw the suffering of David യോസേഫിന്റെ നിലവിളിയെ കേട്ടവൻ, and the cry of Joseph, ദാനിയേലിന്റെ തടവറയെ കണ്ടവൻ, and also the dungeon of Daniel. താൽക്കാലികമായ കഷ്ടപ്പാടുകളെ നിത്യമായി സൗഭാഗ്യമാക്കാൻ കഴിവുള്ളതായി ഇസ്രായേലിന്റെ ദൈവത്തെ എബ്ബേസ് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. Jabez believed in that prayer, and God was able to change his condition. ഈ രാത്രിയിൽ നിങ്ങൾക്ക് ഈ ദൈവത്തെ വിശ്വസിക്കാമോ? This night you can believe in this God. ഒരു മാറ്റം ആഗ്രഹിക്കാമോ? You do desire the change. ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? And will you pray to this ഈ God? രൂപാന്തര ശക്തിയെ വിശ്വസിക്കാമോ? Will you believe the power of God? ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ കഴിയും. This God is able to do everything for you. വ്യസനമായി ജനിച്ചവൻ, And one who was born with sorrow, സഹോദരന്മാരെ പോലെ ആയിത്തീരുവാൻ കൊതിച്ചവൻ, and he decided to be like his brethren. സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനാക്കിയ ദൈവം അവനെ He was made
more honorable among his brethren. അതെ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. Our God is a God of അവിടുത്തെ wonders. അസാധ്യമായ കാര്യങ്ങളൊന്നുമില്ല. There is nothing impossible with him. ഒരു പ്രാർത്ഥന മതി നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവാൻ. And only a prayer is needed, your condition will be changed. യേശുവിന്റെ ഐക്യ ജീവിത കാലത്ത് In this little life of Jesus, ഒരു പ്രാർത്ഥനയാൽ ഒരു അപേക്ഷയിൽ അനേകരുടെ ഭാവി തിരുത്തി കുറിക്കപ്പെട്ടു. and only one prayer, the nature of so many people, it was changed. അവന്റെ അടുക്കൽ വന്ന് കരഞ്ഞവർക്കെല്ലാം അവൻ ആശ്വാസത്തെ കൊടുത്തു. And those who cried in his presence, he gave them ഹൃദയം comfort. തുറന്നവരെ അവൻ മുറുകെട്ടി അയച്ചു. And those whose hearts were filled, he comforted them. കണ്ണുനീർ അവൻ തുടച്ചു. And he removed the cry from their tears. നിരാശപ്പെട്ടവരെയും അധൈര്യപ്പെട്ടവരെയും അവൻ പ്രത്യാശ നിർഭരരായി Those who were discouraged, God filled them with hope. ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ലാത്തവരെ അവൻ ശുഭഭാവി നൽകി അനുഗ്രഹിച്ചു. And God gave them a hope and a future in their lives who had no hope. അതിനവരെന്താണ് ചെയ്യേണ്ടിയിരുന്നത്? What should they do? നേർച്ച കാഴ്ചകൾ വേണ്ടിയിരുന്നില്ല. And they did not have to give any offerings. ദാനധർമ്മങ്ങൾ വേണ്ടിയിരുന്നില്ല. And not any kind of അവരെ sacrifices. ശാരീരികമായ പീഡനങ്ങൾ ദൈവമുൻപാകെ എടുക്കേണ്ടി വന്നില്ല. And no any kind of physical sufferings. തീർത്ഥാടന കേന്ദ്രങ്ങൾ തേടി ഓടേണ്ടി വന്നില്ല. Or also visit any pilgrim places. ദൈവം സ്നേഹിച്ച ലോകത്തിലേക്ക് തന്റെ പ്രിയപുത്രൻ അടുക്കൽ പോയി അപേക്ഷിക്കുക മാത്രമേ And ചെയ്തുള്ളൂ. only prayed in the presence of the Son. ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങൾ ഒരു പ്രാർത്ഥന, ഒരപേക്ഷ നിങ്ങളുടെ ജീവിതത്തെ ആകാശ് തിരുത്തി കുറിക്കും. And only one prayer, your life will come to a change. നിങ്ങളുടെ ജീവിതം അവഗണിക്കപ്പെട്ടതായിരിക്കുകയാണ്. And your life will be might not be honorable. ഞാൻ എല്ലാവരും അവഗണിക്കപ്പെട്ടു. I am despised. എന്റെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടെങ്കിലും എന്നെ എല്ലാവരും ആരും പരിഗണിക്കുന്നില്ല. And no one is making me known. എന്റെ സഹപാഠികൾ സഹപ്രവർത്തകരെ അവഗണിക്കുകയാണ്. And they are my classmates, they are despising me. അയൽവാസികൾ ബന്ധുമിത്രാദികൾ എന്നെ പരിഗണിക്കുന്നില്ല. And they are not honoring, giving me the respect. അതാണോ നിങ്ങളുടെ പ്രശ്നം? And is that your problem? അതെ, ഒരു അപേക്ഷ മതി നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തും. And your change, your condition will be changed. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം In John chapter 5, 2 മുതൽ 9 വാക്യങ്ങളിൽ from verse 2 to verse 9, അവിടെ നാം ഒരു ഹതഭാഗ്യനെ കാണുകയാണ്. and we can see a particular man. ശരീരം വ്യാധി പിടിച്ച് തളർന്ന ഒരു മനുഷ്യൻ. And he was sick of the palsy. യെരുശലേമിലെ ബെഥസ്ദ കുളത്തിൽ അത്ഭുതം നടക്കുന്നു അറിഞ്ഞ് അവിടെ ചെന്നു. And he went to the pool in Bethesda, and a miracle was, ആരെങ്കിലും ചുമന്നുകൊണ്ട് കൊണ്ടുപോയതായിരിക്കാം. and someone might have carried him there. ഒരു സമയത്ത് ദൂതൻ ഇറങ്ങി വെള്ളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നതിന് സൗഖ്യം കിട്ടും. At a particular time, an angel stirred the water. Whosoever first stepped in were healed. തളർന്ന് കിടക്കുന്ന മനുഷ്യൻ എങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും? And how can he step in the water? ആരും അവൻ നിരങ്ങി ചെല്ലുമ്പോഴേക്ക് അവനേക്കാൾ ആരോഗ്യമുള്ളവർ ഇറങ്ങി വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞിരിക്കും. And he will have only deliverance if he goes with that. പലരെയും സഹായിക്കാൻ പലരും ഉണ്ടായിരുന്നു, ഇവനെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. And so many people were there to help others, but no one to help this man. ഇങ്ങനെ വർഷങ്ങൾ 38 വർഷങ്ങൾ നീണ്ടു. And the years passed by, 38. അവൻ ഇങ്ങനെ അവഗണിക്കപ്പെട്ടവനായി, He was despised, സഹായമറ്റവനായി, without help, ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തവനായി, without any notice. 38 വർഷം അവിടെ കിടന്നു. Not 1 or 2, 38 years. യേശു അവന്റെ അവസരവന്റെ അടുക്കലേക്ക് ചെന്നു. And Jesus, he visited him. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ. And I would like to narrate. ഇന്ന് ദൈവത്തെ തേടി ചെന്ന മനുഷ്യനെ കുറിച്ച് മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ, And the religions teach concerning to seek God. മനുഷ്യനെ തേടി വരും ദൈവത്തെ കുറിച്ച് ക്രൈസ്തവ മാർഗം And the പഠിപ്പിക്കുകയാണ്. way of Christianity teaches to man those who come after Christ. അവഗണിക്കപ്പെട്ടവനെ ഹതഭാഗ്യനെ തേടി ചെന്നവനായ യേശു And Jesus, who went after them that were despised. അവനോട് ചോദിച്ചു, And he asked him, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? do you will that to be അവൻ healed? പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? And what is the reply? എനിക്ക് ആരുമില്ല, I have no one. എനിക്ക് ആരുമില്ല. I have no one. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, This night I would like to ask, നിങ്ങളുടെ നിലവിളിയും എനിക്ക് ആരുമില്ല എന്നാണോ? are you crying, I have no one? എല്ലാവരും ഉണ്ട്, പക്ഷേ ഞാൻ ആരുമില്ലാത്തവനാ ജീവിക്കുന്നാണോ പറയുന്നത്? Are you thinking, I have no one with me to help? നിങ്ങളുടെ ജീവിതം എല്ലാവരും അവഗണിക്കപ്പെട്ടതാണെങ്കിൽ ഒരു പ്രാർത്ഥന, ഒരു യാചന, ഒരു അപേക്ഷ മതി. ദൈവം നിങ്ങളുടെ ഭാവിയെ സ്ഥിതിയെ വ്യത്യാസപ്പെടുത്തും. One prayer, one supplication, God will change your condition. മനസ്സിലുള്ള കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, And to the God who had sorrow, കിടക്കയെടുത്ത് നടക്കാം. rise, take up your bed and walk. 38 വർഷമായി അവിടെ തളർന്നു കിടന്നവൻ താൻ കിടന്ന കിടക്കയെടുത്ത് തലയെ വെച്ച് നടന്നു നീങ്ങി. And one who was with infirmity, he took up his bed and he walked. ശ്രദ്ധിക്കണമേ, അവഗണിക്കപ്പെട്ടവരെ സഹായിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. നീ ഒരു അപേക്ഷ മാത്രം പറഞ്ഞാൽ മതി. And God is willing to heal them that are sick and unnoticed. സൃഷ്ടനാക്കപ്പെട്ട മനുഷ്യനെ സഹായിക്കുന്ന ദൈവമാണ് യേശു. God is a God, he is able to heal and deliver. മർക്കോസ് സുവിശേഷം 1:40 മുതൽ 42 വരെ വായിക്കുമ്പോൾ, From Mark chapter 1 verse 40 to 42. ഒരു കുഷ്ഠരോഗി വന്ന യേശുവിലേക്ക് വന്ന് മുട്ടുകുത്തി.
And a leper, he bowed before Jesus. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ. If you are willing, you should heal me. പ്രിയരെ, ഇന്നും കുഷ്ഠരോഗിയുടെ അവസ്ഥ കൊലച്ചു മാറിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി മാറിയിട്ടില്ല. And he did not change fully. യഹൂദന്മാരുടെ നടുവിൽ കുഷ്ഠരോഗികൾ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സമൂഹമായി. And it was despised among the Jewish community. അവരുടെ പിതാക്കന്മാരുടെ പാപം കൊണ്ടാണ് കുഷ്ഠരോഗിയായി തീർന്നത് അവർ സമർത്ഥിക്കുമായിരുന്നു. And because the sin of their forefathers, he was made a leper. കുഷ്ഠരോഗിയുടെ പാളയത്തിന് പുറത്ത് അവർ തള്ളിക്കളയുമായിരുന്നു. And he was rejected outside the camp. ആ റോഡിൽ കൂടെ നടക്കുമ്പോൾ അശുദ്ധൻ വരുന്നുവെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണമായിരുന്നു. And he had to proclaim that he was unclean. അധരം മൂടിക്കൊണ്ട് നടക്കണമായിരുന്നു. He had to bow his head. അവരുടെ അശുദ്ധി വേറെ ആൾക്ക് പെടാതിരിക്കാൻ ഉള്ളതായ കരുതൽ അവർ എടുക്കേണ്ടിയിരുന്നു. Take the precaution that his uncleanness would not spread. സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഒരു മനുഷ്യൻ, Rejected from the society. എല്ലാവരുടെയും വാക്കുകൾ പോലെ അയ്യോ ഇങ്ങനെ ഞാനായി തീരുവാൻ എന്റെ അപ്പൻ എന്ത് പാപം ചെയ്തുവെന്ന് ചോദിച്ചു നടന്നൊരു മനുഷ്യൻ. And they asked, oh, what happened that I should be like this? ആരോടും അടുക്കുവാൻ സമ്മതിക്കാതെ ആരും അടുത്ത് വരാതെയും ഒരു ഒറ്റപ്പെട്ട ജീവിതം. And a life secluded. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ, But when he saw Jesus, എന്തോ ഉൾപ്രേരണയാൽ and because of his son's ചെന്ന് മുട്ടുകുത്തി, and he bowed. ഇങ്ങനെ പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാം. If you are willing, you can heal me. ഈ ലോകത്തിൽ എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു. And everyone in the world has rejected എനിക്ക് me. സൗഖ്യമാകണമെന്ന് മനസ്സാർക്കുമില്ല. And no one is willing that I should be എന്നെ healed. സ്ഥിതി മാറണമെന്ന് താല്പര്യം ചിന്തിക്കുന്നവരാരുമില്ല. No one is thinking that my condition should change. ദൈവത്തിന് പോലും എന്നെ വേണ്ടെന്നാണ് തോന്നുന്നത്. And they think even God doesn't need you. എങ്കിലും ഞാൻ നിന്നോടൊന്ന് അപേക്ഷിക്കുകയാണ്, But I would like to ask, എന്നെ സൗഖ്യമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ? are you willing that you should help me? മനസ്സലിവുള്ള കർത്താവിന്റെ മറുപടി എന്തായി? And what is the reply that God gives? യേശു കൈ നീട്ടി അവനെ തൊട്ടു. And Jesus stretched forth his hand എനിക്ക് and മനസ്സുണ്ട്, touched him. സൗഖ്യമാകട്ടെ. I am willing, be thou healed. കുഷ്ഠരോഗിയെ കൈ നീട്ടി തൊട്ട സൗഖ്യമാകുന്ന കർത്താവ് എത്ര മനസ്സിലുള്ള ഒരു ദൈവമാണ്. And how much a God with compassion, he touched the leper and healed him. നമ്മുടെ അവസ്ഥ എല്ലാവരും തള്ളപ്പെട്ടവരും പുസ്തകപ്പെട്ട നിലയിലാണെന്ന് വരികയാണ്. And our condition, we are rejected and despised by everyone. നമ്മുടെ അടുക്കിലേക്ക് വരുവാൻ ആരുമില്ലെങ്കിലും, And no one to come to us. നമുക്ക് അടുത്ത് ചെല്ലുവാൻ സഹായത്തിന് ചെല്ലുവാൻ പറ്റാരുമില്ലെങ്കിലും, And no one to go to നമ്മളെ our help. സഹായിക്കുവാൻ മനസ്സുള്ള ഒരു ദൈവമുണ്ട്. അവനാണ് യേശു. There is a God who wills to heal us. He is Jesus. യേശുവിനോട് ഒരു വാക്ക് പറഞ്ഞാട്ടെ, And just say a word. എന്റെ സൗഖ്യമാക്കണമേ. Oh Lord, you heal me. എന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം Oh വരുത്തണമേ. Lord, change my condition. ശുഭഭാവിയെ നൽകണമേ. Give me a good future. അവൻ യേശുവിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും. Jesus will bring a change in your condition. നമ്മുടെ പ്രശ്നങ്ങൾ കടഭാരമായിരിക്കും. And it might be burden of debt. പല കാരണങ്ങളാൽ മനുഷ്യൻ കടം വാങ്ങാറുണ്ട്. And lacks they might borrow. കടം അധികമായി പലിശയും കൂട്ടുപലിശയായി വീട്ടാനാവാതെ വരുമ്പോൾ ഇനി മരിച്ചു രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്ന And ആളുകൾ. interest and with compound they think they will commit suicide. നമ്മുടെ അവസ്ഥ അങ്ങനെയായിരുന്നാലും സഹായിക്കാൻ ഒരു ലോകത്തിന് ആരുമില്ലെങ്കിലും ദൈവത്തിന് അത് കഴിയും. And no one in this world but God is able. ഒരു 12-14 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തൃശ്ശൂരിൽ കർത്താവിന്റെ വേലയിലായിരിക്കും. In Thrissur I was ministering in the word church. അറിവ് കിട്ടട്ടെ, ഞാൻ കുടുംബത്തിലേക്ക് ചെന്നു. And I visited a family. യൗവനക്കാരായ ഭാര്യയും ഭർത്താവും 2 മക്കളും. A young couple and their 2 children. ഒരു ഇളയ മകള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മൂത്ത പയ്യൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. The younger daughter in the 7th and the elder son in the 10th grade. അവര് കടം വീട്ടുവാൻ വഴിയില്ലാതായപ്പോൾ, And they could not repay their loan. അവരുടെ അഭിമാനം പണയം വെക്കുവാൻ മനസ്സില്ലാതെ കുടുംബമായി മരിക്കുവാൻ തീരുമാനിച്ചു. They were not willing to keep their honor at stake, and they started to commit. ഭാര്യയും ഭർത്താവും മക്കളെ വിളിച്ച് നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞു. The husband and wife, they gathered, will die together. 10ാം ക്ലാസ്സിലെ മകൻ പറഞ്ഞു, ശരി ഞാൻ തയ്യാറാണ്. And the 10th standard child, he said, I am willing. മകളെ ഒന്നും പറഞ്ഞില്ലെങ്കിലും മരിക്കാൻ വേണ്ട തയ്യാറെടുപ്പ് നടത്തുമ്പോൾ, And they are preparing to die. പെട്ടെന്ന് ആ കുട്ടി പറയുകയാണ്, മമ്മി എനിക്ക് ജീവിക്കണം. The child said, Mommy, I want to live. അവളുടെ ഹൃദയം തകർന്നു പോയി. And the mother's heart troubled. മരിക്കുവാൻ മനസ്സ് വരുന്നില്ല, ജീവിക്കാൻ വഴി കാണുന്നില്ല. And they were not willing to die and no finding a way to live. ഭവനത്തെ സന്ദർശിച്ചു. I visited that house. ഞാൻ അവരെ സമാശ്വസിപ്പിച്ചു. I comforted them. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. And I prayed. എനിക്ക് കഴിയുന്ന കൈത്താങ്ങൾ കൊടുത്തു. I gave them the courage. ആ ഭവനത്തിന്റെ കൂട്ട ആത്മഹത്യ ഒഴിവായി. And the mass suicide, it was evaded. അവരെ പടിപടിയായി വ്യത്യാസപ്പെട്ടു. And step by step a change ആ came. പെൺകുട്ടി പഠിച്ച BSc നഴ്സിംഗ് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ ഒരു കുട്ടിയുടെ മാതാവായി വിദേശത്താണ്. And she is now studying BSc nursing and the mother of a child. ആ മാതാവ് നഴ്സിംഗ് കോളേജിലെ
ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. And the mother is the administrator of a nursing college. ആ മകൻ ഇന്ന് അതേ സ്ഥാപനത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ്. And the son is an executive officer. He's working. കടഭാരത്താൽ കുടുംബമായി ആനുമുഖ്യത്തെ ശ്രമിച്ചതായ അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത് ആരാണ്? And who changed the condition of their life? എന്റെ യേശു, My Jesus. നിങ്ങളുടെ യേശു, Your Jesus. നിങ്ങളുടെ ഭാരം പ്രശ്നം ഏതുമായിക്കൊള്ളട്ടെ, മരണമല്ല പരിഹാരം, യേശുവാണ് പരിഹാരം. Whatever be your problem, death is not the solution. Jesus is the solution. അപമാന ഭാരം നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. And your honor might be at stake. അപവാദത്താൽ, മാനക്കേടിനാൽ, നിന്ദയാൽ, അപമാനഭാരത്താൽ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. Because of my shame, because of my reproach, things are at a loss. തൊണ്ണൂറുകളിൽ ഞാനൊരു സ്ഥലത്ത് കർത്താവിന്റെ പേരുടെ ബന്ധത്തിലായിരിക്കും. In the 90s, I was ministering in a place. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. A young man said, I do not like to live. നോർത്ത് ഇന്ത്യയിൽ നിന്ന് അവൻ വീട്ടിലെ ചില പണിയുടെ ആവശ്യത്തിന് വന്നതാണ്. And from North India, he came to do some work. അവനെ കുറിച്ച് അവൻ ചെയ്യാത്തതായ ഒരു പ്രത്യേക അപവാദം അനേകർ പറഞ്ഞു പരത്തി. And a certain kind of a reproach, it was perpetrated. അവന് മാർക്കറ്റിൽ പോകാനോ റോഡിലൂടെ നടക്കാനോ കഴിയാത്ത അവസ്ഥയായി. And he could not go through the market or walk through the മനുഷ്യനെ road. മുഖത്ത് നോക്കാൻ കഴിയാത്ത നിലയായി. And he could not look someone at a face. നിരാശയുടെ അടിത്തട്ടിലേക്ക് എത്തി. With discouragement, his mouth was filled. മരിക്കുവാൻ തീരുമാനിച്ചു. He started to die. വിഷയം അറിഞ്ഞു. I heard the news. ആശ്വസിപ്പിച്ചു. I comforted him. പ്രാർത്ഥിച്ചു. I prayed for him. ദുരാത്മാവിനെ ശാസിച്ചു. I rebuked the spirit of suicide. മരണം മാറ്റിവെച്ചു. And the death was evaded. റെയിൽവേയിൽ ഒരു നല്ല ഉദ്യോഗസ്ഥനായി കുടുംബമായി അവൻ ജീവിക്കുന്നു. Now he's an official in the railways. നിങ്ങൾ അപമാനഭാരത്താൽ കഷ്ടപ്പെടുന്നുണ്ടോ? And are you filled with reproach? ഇത്രയും അപമാനിക്കപ്പെട്ട ശേഷം ഞാൻ എങ്ങനെ മുൻപോട്ട് ജീവിക്കണം നിങ്ങൾ സ്വയം ചോദിക്കുന്നുണ്ടോ? Are you asking yourself, how can I progress with this kind of a ഭാവി reproach? നൽകുവാൻ ദൈവത്തിന് കഴിയും. God is able to give you a bright നിങ്ങളുടെ future. ഭാവിയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. God is able to change your future. രോഗമാണോ നിങ്ങൾ അലട്ടുന്നത്? Or is it sickness? ഈ രോഗത്തിന് സൗഖ്യം സർവശക്തനായ ദൈവത്തിങ്കൽ ഉണ്ട്. Almighty God is sufficient to heal you. മർക്കോസ് എഴുതിയതായ സുവിശേഷം In the Gospel according to Mark, 5-ാം അധ്യായം chapter 5, 25 മുതൽ 29 വാക്യങ്ങളിൽ verse 25 to 29, നാം ഒരു സാധുവായ സ്ത്രീയുടെ വളരെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് a വായിക്കുന്നു. miserable condition of a poor woman. യേശുവിന്റെ ഐഹിക ജീവിതകാലത്ത് In the physical literal life of ജീവിച്ചിരുന്നതായ ആ Jesus, സ്ത്രീ that certain woman lived. 12 വർഷമായി രക്തസ്രവമായി കഷ്ടപ്പെടുകയായി. 12 years she had an issue of അനേക blood വൈദ്യന്മാരെ സമീപിച്ച് വളരെ ചികിത്സകൾ ചെയ്തു. and suffered many things of many physicians. അവർ ചെയ്തതായ ചികിത്സ രീതി നിമിത്തവും അവർ കൊടുത്തതായ വൈദ്യ മരുന്ന് നിമിത്തമൊക്കെ അവൾക്ക് ഒരുപാട് കഷ്ടങ്ങൾ വർദ്ധിച്ചതേയുള്ളൂ. And her condition did not grow better because of the treatment and the medicines. തനിക്കുള്ള സമ്പത്ത് മുഴുവൻ ചികിത്സയ്ക്കായിട്ട് കൊടുത്തു തീർത്തു. All her wealth, it was given for that healing. ഒട്ടും ഭേദം വന്നിട്ടില്ല, ആശ്വാസം പോലും ഉണ്ടായില്ല. She was not at all bettered. ഇനി എന്താണ് വഴി? What is the my അവൾ way? അങ്ങനെ നിരാശയോടെ ജീവിക്കുന്ന സമയത്ത് And filled with discouragement, യേശുവിനെ കുറിച്ചൊരു വർത്തമാനം കേട്ടു. she heard a tiding of ഇതാ Jesus. ഇസ്രായേലിൽ ഒരു പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു. A prophet has risen in അവൻ Israel. മനസ്സിലുള്ള ദൈവമാണ്. He is a God of അവൻ compassion. സൗഖ്യമാക്കുന്ന ദൈവമാണ്. He is a God of അത്ഭുതങ്ങൾ healing. ചെയ്യുന്ന ദൈവമാണ്. He is a God of miracles. യേശുവിന്റെ അടുക്കലേക്ക് പോകുവാൻ She തീരുമാനിച്ചു. went to Jesus. എങ്കിലും സാമൂഹിക ആചാരങ്ങൾ അവളുടെ കാലുകളെ പുറകോട്ട് വലിച്ചു. And the things, society thinks, she pulled her back. ഇതുപോലെ രോഗമുള്ള സ്ത്രീ പൊതുസ്ഥലത്ത് വരുവാൻ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. And she should not make herself public. അവൾ ഇരിക്കുന്ന കിടക്ക അവൾ യാത്ര ചെയ്യുന്ന വാഹനമെല്ലാം അശുദ്ധമായി തീരും. And the other things will be defiled. അവൾ ആരെയെങ്കിലും തൊടുകയോ ആരെങ്കിലും അവളെ തൊട്ടാൽ അവരെല്ലാം അശുദ്ധരായിട്ട് If മാറും. she touches someone else or someone else touches her, they will be defiled. എനിക്ക് എങ്ങനെയാണ് യേശുവിനെ സമീപിക്കാൻ കഴിയുക? And how can I receive reproach അനേകർ Jesus? യേശുവിനെ തൊട്ടപ്പോൾ സൗഖ്യമാകുന്നതായി കേൾക്കുന്നുണ്ട്. And they are receiving the news as they touched him, they were healed. പക്ഷേ യേശുവിനെ ഞാൻ തൊടാൻ പോയാൽ യേശു അശുദ്ധനായാൽ എന്റെ അവസ്ഥ ഇതിനേക്കാൾ മോശമായി തീരും. And if I touch him, my condition he will be made more worse. എങ്കിലും ചിന്തിച്ചിരിക്കാൻ സമയമില്ല. But we have no time. ശരീരസ്ഥിതി വളരെ മോശമാണ്. And her condition was മരണം worse. സംഭവിക്കും മുമ്പേ എന്തെങ്കിലും ചെയ്തേ മതിയാകും. She has to do something before her death. അറിയാതെ യേശുവിനെ തൊടാൻ അവൾ തീരുമാനിച്ചു. And without the knowledge of Jesus, she decided വലിയ to touch പുരുഷാരത്തിന് നടുവിൽ Jesus.
ഒരു പുരുഷാര നടുവിൽ യേശു സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ in the midst of the multitude, Jesus was walking. പുരുഷാരത്തിന്റെ തിരക്കിനെ മുതലെടുത്താൻ ഇടയിലുള്ളവൻ നുഴഞ്ഞു തന്നു. And through that multitude, she went to Jesus. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് And so that no one was noticing കൈ her. നീട്ടി യേശുവിനെ ശരീരത്തിൽ തൊട്ടാൻ ധൈര്യപ്പെട്ടില്ല. വസ്ത്രത്തിന്റെ ഒരു തൊങ്ങലിൽ മാത്രം Just the hem of the garment of Jesus. പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി ശരീരത്തിലെ രോഗം മാറിയിരിക്കും. She understood she had a healing in her body. ആരും അറിഞ്ഞുമില്ല, യേശു അറിഞ്ഞില്ല. എനിക്ക് വിടുതൽ കിട്ടിയെന്ന് സന്തോഷത്തോടെ പിൻവലിയാൻ തുടങ്ങുമ്പോൾ And she was proceeding with joy. യേശു നിന്ന് ചോദിക്കുകയാണ്, എന്നെ തൊട്ടതാര്? Jesus stopped and asked, who touched me? സ്നേഹിതന്മാർ ചോദിച്ചു, അങ്ങനെ ചോദിക്കരുത്, ഈ തിക്കും തിരക്കും കൊണ്ട് ജനങ്ങൾ അനേകർ തൊട്ട് കാണുമല്ലോ. The disciples asked, you should not ask in this manner among the യേശു multitude. പറഞ്ഞു, അങ്ങനെയല്ല, ആവശ്യബോധത്തോടെ ഒരാളെന്നെ Someone തൊട്ടിരിക്കുകയാണ്. touched me with a need. അപ്പോൾ അവൾ ഭയന്നും വിറച്ചുകൊണ്ട് മുൻപോട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണു. And she fell at his feet. ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ ക്ഷമിക്കണമേ. All I have done a mistake. ഇവന് നിവൃത്തിയില്ലായ്മ കൊണ്ട് എന്റെ പ്രാണഭയം കൊണ്ട് ചെയ്തു പോയ ഒരു അപരാധമാണ്. There was no other way for me. I did it. യേശു അവളെ ശാസിക്കുകയല്ല ചെയ്തത്. Jesus did not rebuke her. പരസ്യമായി തെറ്റുകാരിയായി വിധിക്കല്ല ചെയ്തത്. Jesus did not condemn her. മകളേ എന്ന് അരുമയായി അവളെ വിളിച്ചിട്ടാ. And with the word she's calling daughter. നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. Your faith has made you whole. നിന്റെ രോഗം മാറി സ്വസ്ഥമായി സൗഖ്യമായി ജീവിക്കുക എന്ന് പറഞ്ഞു. And you be healed of your disease. നിങ്ങൾ വൈദ്യന്മാരാൽ കൈവിടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ You might be rejected by the physicians. യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ മതിയായ ദൈവമാണ്. Jesus is able to heal you. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? And what is the speciality ഇവൾക്ക് here? എങ്ങനെയാണ് വിടുതൽ കിട്ടിയത്? And how was she healed? 5-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചു. In chapter 5, verse 28. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ്. അത്രേ മതി. അവൾ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണമേ. അവൾ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണമേ. You have to listen what she said. ഞാൻ രക്ഷപ്പെടും. I will be made whole. ആമേൻ. നമുക്കെല്ലാവർക്കും പറയേണ്ടതായ വാചകം അതാണ്. And that's the word that we have to say. ഞാൻ രക്ഷപ്പെടും. I will be saved. ചിലരുടെ അവസ്ഥ എന്താണ്? What's the condition of others? മറ്റുള്ളവർ പറയുകയാണ്, നീ രക്ഷപ്പെടുകയില്ല. Others might say you will not be saved. അവർക്ക് തോന്നുകയാണ് രക്ഷപ്പെടുകയില്ല. They will say you will not escape. എന്റെ കുടുംബസ്ഥിതിക്ക് ഒരു മാറ്റം വരികയില്ല. My condition in the family will not be എന്റെ changed. വിദ്യാഭ്യാസപരമായ നിലവാരത്തിന് മാറ്റം വരികയില്ല. And the condition of my education will not be എന്റെ changed. ശരീരത്തിന് അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരികയില്ല. And the condition of my family will not be എന്റെ changed. പ്രവർത്തന മേഖലകളിൽ ഒരു മാറ്റം വരികയില്ല. And also the things that I do will not be changed. ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. They might say I will not succeed. രാത്രി ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. And I'm cutting short my word this night. 8:30 ഈ വചന പഠിപ്പിക്കൽ അവസാനിപ്പിക്കും. At 8:30 I will stop my ഞാൻ teaching. നിങ്ങളോട് ആ സ്ത്രീയുടെ വാക്ക് ഉദ്ധരിക്കുന്നു. And I'm telling you the words of that woman. നിങ്ങൾ പറയേണ്ടത് ഇതാണ്. And you have to say, വിശ്വാസത്തോടെ, by faith, പ്രത്യാശയോടെ, with hope, ഉത്സാഹത്തോടെ, with encouragement, ആവേശത്തോടെ, with need, ഉറക്കെ പറഞ്ഞാട്ടെ, and loudly you have to say, ഞാൻ രക്ഷപ്പെടും. I shall be made ഞാൻ whole. അവന്റെ തൊങ്കലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. If I touch the hem of his garment, I shall be saved. ഇന്ന് രാത്രിയിൽ യെബേസിന്റെ ദൈവം നമ്മുടെയും ദൈവമാണ്. This night the God of Jabez is our God. ഭക്തന്മാരുടെ ദൈവം നമ്മുടെയും ദൈവമാണ്. The God of our saints is our God. ഇന്ന് രാത്രിയിൽ നമ്മുടെ അവസ്ഥ എങ്ങനെയിരിക്കുന്നു? What is our condition this night? പ്രതിസന്ധികളാൽ മുൻപോട്ട് പോകാൻ കഴിയാതിരിക്കുന്നുവോ? And with obstacles can't you go forward? ജീവിതത്തിലെ ആ അത്യാഹിത നിമിത്തം നിരാശപ്പെട്ടിരിക്കുന്നുവോ? And are you discouraged because of your disappointment? അപ്രതീക്ഷിതമായ പരാജയങ്ങൾ നമ്മളെ പുറകോട്ടടിച്ചിരിക്കുകയാണ്. Unexpectedly certain things it might have defeated you. ജന്മനായുള്ളതായ വൈകല്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ഓരോ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വണ്ണം വടിയടച്ച നിലയിലാക്കിയിരിക്കുകയാണ്. By birth you might be handicapped, you might not be able to proceed forward. തന്നെത്താൻ പറഞ്ഞാട്ടെ, ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. You have to say yourself, I shall be made whole. എനിക്ക് നന്മ വരുമെന്ന് പറഞ്ഞാട്ടെ. Something good will come to me. ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കുക. You believe in a living God. ആ ദൈവത്തെ ആശ്രയിക്കുക. You believe, trust in that God. സൃഷ്ടാവായ ഒരു ദൈവം എനിക്കുണ്ട്. I have a creator God. എന്റെ പിതാവായ ദൈവം എനിക്കുണ്ട്. My God is my Father. അവൻ എന്നെ സഹായിക്കും. He will help me. അവൻ എനിക്ക് നന്മ ചെയ്യും. He will do good unto me. അവൻ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞാട്ടെ. He will save me, you say. നമ്മുടെ രക്ഷയ്ക്കായി ദൈവം സുവിശേഷത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുക. You receive that gospel wholeheartedly. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? What is that good
tidings. അത് തന്നെയാണ് ക്രിസ്തു എന്ന് പറയുന്നത്. That is Christ himself. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ സുവിശേഷ ഹൃദയത്തിൽ സ്വീകരിക്കുക. When you receive Christ in your heart, you're receiving the gospel. ഹൃദയത്തിൽ സ്വീകരിക്കുന്നതായ വേളയിൽ, And as you receive Christ, യേശു ഹൃദയത്തിൽ വരുന്നതായ വേളയിൽ, and as Jesus comes in your നിങ്ങളുടെ heart, അന്ധകാര വെളിച്ചമായി മാറും. and my darkness will be changed to നിങ്ങളുടെ light, കയ്പ് മധുരമായി മാറും. your bitterness will be changed നിങ്ങളുടെ to sweet, പരാജയങ്ങൾ വിജയമായി തീരും. all your defeats will be changed to താഴ്ച ഉയർച്ചയായി all മാറും. your humiliation into ദൈവം exaltation. തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് നമ്മളെ ഈ വിധത്തിൽ സഹായിക്കാൻ See, വേണ്ടിയാണ്. God sent his son to help us in this way. യേശുവിന്റെ ഐക്യ ജീവിതകാലത്തിലെ ശുശ്രൂഷ In the little ministry of Jesus. ഇന്ന് അവൻ ഇന്ന് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. And now he's continuing. ലോകത്തിൽ തന്നെ ദാസന്മാരുടെ ദൈവം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. And through his servants, God is working. സുവിശേഷത ഇന്നും അവൻ And he's അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. proclaiming the gospel. ദൈവരാജ്യത്തിന്റെ സുവിശേഷം, The gospel of the kingdom. രക്ഷയുടെ സുവിശേഷം, The gospel of salvation. വിടുതലിന്റെ സുവിശേഷം, The gospel of deliverance. സൗഖ്യത്തിന്റെ The സുവിശേഷം, gospel of healing. രൂപാന്തരത്തിന്റെ The സുവിശേഷം. gospel of transformation. നമുക്ക് പ്രാർത്ഥനയ്ക്കായി എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് And നിൽക്കാം. shall we all stand up for prayer? ഇന്ന് രാത്രിയിൽ സർവശക്തിയുള്ള ദൈവം നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. This night the Almighty God has come in our midst. വിശ്വസിപ്പാൻ കഴിയുമെങ്കിൽ ഇത് രാത്രിയിൽ അത്ഭുതം നിങ്ങളുടേതാണ്. If you believe, the miracle is yours. ഇന്നത്തെ ദിവസം എന്റേതാണെന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. And you have to believe this day is mine. ഇതോ എന്റെ വിടുതലിന്റെ ദിവസമാണ്. This is the day of my deliverance. ഇതെന്റെ ഭാഗ്യ ദിനമാണ്. This is the day of my ഇതോ blessed. എന്റെ രൂപാന്തരത്തിന്റെ ദിനമാണ്. This is the day of my ഇതോ എന്റെ transformation. അനുഗ്രഹത്തിന്റെ ദിനമാണ്. This is my day of my എന്റെ recovering. അഭിവൃദ്ധിയുടെ ദിനമാണ്. This is the day of my prosperity. ഇതോ എന്റെ ശുഭഭാവിയുടെ ദിനമാണ്. This is the day of my good future. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന ദിനമാണ്. My God will answer my prayer today. എന്റെ ദുഃഖം സന്തോഷമായി തീരുന്ന ദിവസം. My sorrow will be turned to joy. എന്റെ വിലാപം നൃത്തമായി തീരുന്ന ഒരു ദിവസം. My mourning into dancing. ഇന്നത്തെ ദിവസം ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ This day I shall be made whole. രക്ഷിക്കുന്നതിന്റെ കരം നമ്മുടെ മധ്യേ The നീട്ടപ്പെട്ടിരിക്കുന്നു. hand of salvation is stretched forth in our midst. അത്ഭുതം ചെയ്യുന്നവന്റെ കരം നമ്മുടെ മധ്യേ The നീട്ടപ്പെട്ടിരിക്കുന്നു. wonder working hand of God is stretched forth in our midst. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കിക്കൊണ്ട് And as you bow your heads for prayer, കണ്ണുകൾ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ and as you close your eyes, ശുഭവചനത്താൽ ഹൃദയം നിറഞ്ഞു കവിയട്ടെ. let my heart flow with good tidings. ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാട്ടെ. You say, I shall be made എനിക്ക് whole. സൗഖ്യം വരുമെന്ന് പറഞ്ഞാട്ടെ. I shall receive എനിക്ക് salvation. നന്മ വരുമെന്ന് പറഞ്ഞാട്ടെ. Good will come to me, you എന്റെ say. ദൈവം എന്നെ കൈവിടുകയില്ല എന്ന് My പറഞ്ഞാട്ടെ. God will not forsake എന്റെ me. ദൈവം എന്നെ മറന്നുകളയില്ല എന്ന് പറഞ്ഞാട്ടെ. My God, He will not leave me എന്റെ alone. ദൈവം എനിക്കായി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് My പറഞ്ഞാട്ടെ. God will do wonders for me. ശരീരത്തിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. And in your body, wonders will. നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ In your നടക്കുകയാണ്. family also. നിന്റെ വിദ്യാഭ്യാസ മേഖല അത്ഭുതം In your നടക്കുകയാണ്. educational നിന്റെ condition. തൊഴിൽ മേഖലകൾ അത്ഭുതം In നടക്കുകയാണ്. your trade and in your നിങ്ങളുടെ profession. മക്കളുടെ ഭാവിയിൽ അത്ഭുതം And in നടക്കുകയാണ്. your future, a miracle is going to take ശുശ്രൂഷയിൽ place. അത്ഭുതം In നടക്കുകയാണ്. your ministry, a miracle will take place. സഹായത്തിന് കരം നീട്ടപ്പെട്ടുകൊണ്ട് And the hand of miracle is being stretched forth. അത്ഭുതത്തിന് കരം നമ്മളെ And the hand of miracle is being stretched forth in your midst. ദൈവത്തെ You സ്തുതിക്കാം. lift up your hands and praise God. You should not remain silent. നിത്യസ്ഥരായി നിൽക്കാതെ And you should not remain silent. സൃഷ്ടാവിന് മുൻപാകുന്ന കരങ്ങളെ നമുക്ക് വിടർത്താം. And you should lift up your hands before your Creator. കരങ്ങൾ ഇല്ലാതെ ജനിച്ചവർ എത്ര പേരുണ്ട്? And how many are people without hands? കരങ്ങൾ നഷ്ടപ്പെട്ട എത്ര പേരുണ്ട്? And how many without hands? കരങ്ങൾ ഉയർത്തി ദൈവത്തെ You സ്തുതിക്കാം. lift up your hands and praise God. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ This പോകുകയാണ്. night my God will work for me. His നീട്ടപ്പെട്ടിരിക്കുകയാണ്. hand has been stretched forth for me. അവൻ അപ്പോൾ ഇപ്രകാരം പറയുന്നു. And God is saying, മകനേ മകളെ, see, dear son, dear daughter, ഭയപ്പെടേണ്ട, fear not. ഞാൻ നിന്നെ സഹായിക്കും. I will help you. വെച്ച് നോക്കണ്ട, But you should not be ഞാൻ നിന്റെ terrified. ദൈവമാകുന്നു. I am your ഞാൻ God. നിന്നെ ശക്തീകരിക്കും. I will strengthen ഞാൻ നിന്നെ you. സഹായിക്കും. I will help you. നീതിയുള്ള വരം കൊണ്ട് ഞാൻ നിന്നെ I will താങ്ങും. uphold you with the right hand of my ഞാൻ നിന്നെ righteousness. ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ നീതിയിൻ കരങ്ങളാ താങ്ങും നിശ്ചയം. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ നീതിയിൻ കരങ്ങളാ താങ്ങും നിശ്ചയം. രക്ഷകൻ നിന്നോടും വിനോദിടുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു. രക്ഷകൻ നിന്നോടും വിനോദിടുന്നു,
പ്രിയ ദൈവത്തിനേ, നമ്മുടെ വൈസ് ക്ലാസിന്റെ 1-ാം ദിനം തന്നെ അതെ വിടിവിക്കുന്ന കരമുള്ളവനായി യേശു നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. അവൻ നിന്നെ വിടിവിക്കുന്നവനാണ്. നിന്റെ എല്ലാ അവസ്ഥയിൽ നിന്നും നിന്നെ വിടിവിക്കുന്നവനാണ്. നിന്റെ രോഗത്തിൽ നിന്ന് അവൻ നിന്നെ വിടിവിക്കുന്നവനാണ്. നിന്റെ വേദനയിൽ നിന്ന് അവൻ നിന്നെ വിടിവിക്കുന്നവനാണ്. നിന്റെ ദുഃഖങ്ങളിൽ നിന്ന് നിന്നെ വിടിവിക്കുന്നവനാണ്. നിന്റെ കഷ്ടങ്ങളിൽ നിന്ന് വിടിവിക്കുന്നവനാണ്. നിന്റെ അനർത്ഥങ്ങളിൽ നിന്ന് നിന്നെ വിടിവിക്കുന്നവനാണ്. സകലത്തിൽ നിന്നും നിന്നെ വിടിവിക്കുന്നവനാണ്. അതേ നീട്ടിയകരമായി അവൻ നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കുകയാണ്. അതേ വിടുതൽ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇന്ന് ഈ രാത്രികാലം തങ്ങളെ തന്നെ സമർപ്പിച്ചാട്ട് ദൈവാത്മാവിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കട്ടെ. ദൈവാത്മാവിന്റെ കൃപകൾ നമ്മിൽ വ്യാപരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും സമർപ്പിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ സഹായിക്കും, നിശ്ചയം ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും.